എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഹര ഹർ മഹാദേവ്. നിങ്ങൾ ഓരോരുത്തരെയും മഹാദേവനായിട്ട് കണ്ടുകൊണ്ട് തന്നെ നിങ്ങളുടെ പാദങ്ങളിൽ ഞാൻ എൻ്റെ നമസ്കാരം അർപ്പിച്ചുകൊണ്ടാണ് കൈലാസ മാനസ സരതി യാത്രയെക്കുറിച്ച് എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു സത്സംഗമാണ്, പ്രഭാഷണം എന്ന രീതിയിൽ അതിനെ കാണണ്ട. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നമുക്കിപ്പോ കൈലാസം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മോക്ഷത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ മദർ ഓഫ് ഓൾ പിൽഗ്രിമേജ് എന്ന് പറയുന്ന ഒരു തീർത്ഥാടനത്തിന്റെ അവസാന വാക്കാണ്. അത് ആത്മീയതയുടെ ഒരു പൂർണ്ണത എന്ന് തന്നെ വേണം പറയാൻ. ശിവപാർവതിമാരുടെ ആസ്ഥാനമായ കൈലാസത്തെ വന്ദിച്ച ശേഷമാണ് സൂര്യചന്ദ്രന്മാർ യാത്ര ആരംഭിക്കുന്നത് എന്ന് പുരാണങ്ങൾ തന്നെ പറയുന്നുണ്ട്. കൈലാസത്തിന്റെ ചതുർമുഖങ്ങളും വ്യത്യസ്ത വർണ്ണങ്ങളിലാണ് ദൃശ്യമാവുക. കിഴക്ക് സ്ഫടിക രൂപത്തിലും, പടിഞ്ഞാറ് മാണിക്യവർണ്ണത്തിലും, വടക്ക് സുവർണശോഭയിലും, തെക്ക് ഇന്ദ്രനീല നിറത്തിലും ദൃശ്യമാകുന്നു എന്നാണ് പ്രാചീന കവി വർണ്ണനകൾ. അലൗകികമായ തേജസ്സും മനോഹാരിതയും കൈലാസ പർവ്വതമെന്ന ഊർജ സ്രോതസ്സിന് ഉണ്ടെന്നത് ഏത് യാത്രികനും നിസ്സംശയം സമ്മതിക്കുന്ന വസ്തുതയാണ്. ശീർഷഭാഗം ശിവലിംഗ ആകൃതിയിലും അധോഭാഗം ലംബപാർശ്വങ്ങളിലോടുകൂടിയ ത്രികോണാകൃതിയിലും കാണപ്പെടുന്ന കൈലാസ പർവ്വത മുകളിൽ സാധാരണ പർവ്വതാരോഹകർ എന്നും കയറാറില്ല. വിശ്വാസ പ്രമാണങ്ങളുടെ ദൃഢതയും ആകൃതിയിലുള്ള ഒരു പ്രത്യേകതയും ആവാം അതിന് കാരണമെന്ന് തോന്നുന്നു. തന്നെയല്ല, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരും കൈലാസത്തെ വളരെ ഭക്തിയോട് തന്നെയാണ് കാണുന്നത്. അത് പാദം കൊണ്ട് സ്പർശിക്കാൻ സാധാരണ ആരും മുതിരാറില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. ഭാരതം ഉൾപ്പെടുന്ന ജംബുദ്വീപ ഖണ്ഡത്തിലെ പ്രശസ്തമായ പുണ്യനദികൾ സിന്ധു, ബ്രഹ്മപുത്ര ഒക്കെ ഉത്ഭവിക്കുന്ന കൈലാസത്തിൽ നിന്നാണ്. ഗംഗ കൈലാസത്തിൽ നിന്ന് ഉറവെടുത്ത് ഗംഗോത്രി ഗ്ലേസിയറിൽ കൂടി ഗോമുഖിൽ അവതീർണയാവുന്നു എന്ന് വിശ്വാസമുണ്ട്. ഹിന്ദുക്കളും ബുദ്ധ ജൈന മതക്കാരും വിവിധ ടിബറ്റൻ ചൈനീസ് ഗോത്രങ്ങളും കൈലാസത്തെ പരമ പുണ്യധാമമായി തന്നെ കരുതുന്നുണ്ട്. ചൈനക്കാർ മാനോപ്യ എന്നും ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾ കാങ് റിംബോച്ചെ എന്നുമാണ് കൈലാസത്തെ വിളിക്കുന്നത്. ഋഷഭനാഥ തീർത്ഥങ്കരന് മോക്ഷം ലഭിച്ചത് കൈലാസപാദത്തിൽ വെച്ചാണെന്ന് ജൈനമതക്കാർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ടിബറ്റിന്റെ ഏതാണ്ട് പടിഞ്ഞാറ് ഭാഗത്തായി ഗാരി എന്ന പർവ്വത പ്രദേശത്താണ് കൈലാസം നിലനിൽക്കുന്നത്. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് മഞ്ഞുമൂടിയ തടത്തിൽ ഒറ്റപ്പെട്ട് ആകാശത്തിലേക്ക് ശിരസുയർത്തി മഞ്ഞുമൂടി നിൽക്കുന്ന ഈ വിശുദ്ധ ശിഖരത്തിന്റെ ഉയരം 22,000 അടി എന്ന് ഏകദേശമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അലൗകികതയുടെ ഛായ പുരണ്ട സ്വപ്നങ്ങളാണ് കൈലാസ മാനസ സരസി യാത്രയെക്കുറിച്ച് സാധാരണയായിട്ടുണ്ടാവുക. ഒരുപക്ഷെ പൂർണ്ണമായ മിഴിവോടെ സ്വപ്നങ്ങളെല്ലാം സഫലീകൃതമാകാറില്ല. എങ്കിലും ഓരോ യാത്രയും പ്രകൃതിയുമായുള്ള ഈ സമഷ്ടിയുമായുള്ള സമരസപ്പെടലാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ അപ്രതീക്ഷിതത്വത്തിലേക്കുള്ള സ്വയം സമർപ്പണമാണ്. ഓരോ അയനങ്ങളും അങ്ങനെ തന്നെ. കൂട്ടമായാലും തനിച്ചായാലും യാത്രയുടെ ബാലപാഠങ്ങൾ ഒന്നു തന്നെയാണ്. ജീവിതത്തിൽ എന്നതുപോലെ യാത്രകളെയും വെല്ലുവിളികൾ ഒരു നല്ല അളവ് വരെ പ്രസാദഭരിതമായി കാണാനായാൽ യാത്രകൾ രസപ്രദമായിരിക്കും. അതിജീവനത്തിന്റെ മൂർധന്യങ്ങൾ തരുന്ന സംതൃപ്തി എക്കാലത്തും ഓർമ്മിക്കാൻ പോകുന്നതും ആയിരിക്കും. പരമപുണ്യമായ ഒരു അമൃത സരസും അത്രമേൽ പവിത്രമായ ഒരു ഹിമഗിരി ശൈലവും ഒരു ലോകത്തിൽ മറ്റെവിടെയും കാണാൻ കഴിയില്ല. പ്രപഞ്ച കേന്ദ്രമായി സവിശേഷം വിരാജിക്കുന്ന മേരുപർവ്വതത്തെ ചുറ്റി പ്രാചീന പൗരാണികത അത്ഭുതാകീർണമായ ഐതിഹ്യ മഞ്ജരികൾ നമുക്ക് സമർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ യാത്ര ചെയ്യുക മാത്രമേ വേണ്ടൂ. സർവേശ്വരൻ അങ്ങോട്ട് വിളിക്കേണ്ടി വരും. വിളിച്ചാൽ മാത്രമേ നമുക്ക് പരമപവിത്രമായ കൈലാസ ദർശന സ്പർശനങ്ങൾ സാധ്യമാവൂ എന്ന് എൻ്റെ ചതുർധാമ യാത്രാവേളയിൽ സന്യാസിമാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അച്ഛോദ സരസ് അഥവാ ഉദ്യാനകം എന്നൊരു പേരുള്ള എന്നാണ് മാനസ സരസിനെ വിളിക്കാറ്. സാക്ഷാൽ ബ്രഹ്മദേവനാൽ നിർമ്മിതമത്രേ മാനസ സരസ്. സനകൻ, സാനന്ദൻ, സുജിത്ത് എന്നീ 3 ഋഷിമാർ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായി കൈലാസത്തിൽ കഠിന തപസ്സിൽ ഏർപ്പെട്ടു അത്രേ. 12 വർഷം നീണ്ടു നിന്ന തപസ്സിനിടയിൽ ജലദൗർലഭ്യം അനുഭവിച്ചപ്പോൾ ഋഷിമാർ വളരെ ദൂരെ മന്ദാകിനി നദിയിൽ പോയി. അതായത് നമ്മുടെ ഗംഗയുടെ ഒരു കൈവഴിയാണ് മന്ദാകിനി നദിയിൽ പോയി സ്നാനകർമാദികൾ കഴിച്ചുകൂട്ടി. ഋഷിമാരുടെ സൗകര്യാർത്ഥം ബ്രഹ്മദേവൻ മനസ്സങ്കല്പത്താൽ രൂപം കൊടുത്തതാണത്രേ മാനസ സരസ്.
മാനസ സരസിൽ അപ്സര സ്ത്രീകൾ സ്നാനം ചെയ്യുന്നത് വ്യാസമുനിയും പുത്രൻ ശുഖമുനിയും കാണാനിടയായി എന്ന് ഭാഗവതം പറയുന്നുണ്ട്. അർജുനൻ ഇവിടം സന്ദർശിച്ചതായി മഹാഭാരതത്തിലെ സഭാപർവം പറയുന്നു. അരുന്ധതിക്കും വസിഷ്ഠ മുനിക്കും ഇവിടെ വെച്ച് സിദ്ധി ലഭിച്ചതായി വനപർവം വിശദമാക്കുന്നുണ്ട്. രഘുവംശത്തിലെ വർണ്ണനകളിലൂടെ ഈ വിശിഷ്ട സരസിന്റെ മനോഹാരിത കാളിദാസൻ പ്രകടമാക്കുന്നുണ്ട്. ബുദ്ധ സന്യാസിമാരും മറ്റ് ടിബറ്റൻ ഗ്രാമീണരും മാനസ സരസിനെ കുറിച്ച് വിചിത്രമായ പല വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്നുണ്ട്. പൗർണമി നാളിൽ തടാകത്തിലേക്കുള്ള കാഴ്ച പോലും പാടില്ല എന്ന് അവർ വിശ്വസിക്കുന്നു. പൂർണ്ണേന്ദു നിലാവിൽ ആറാടി നിൽക്കുന്ന സരസിൽ അപ്സരസുകൾ നീരാടാൻ എത്തുമെന്ന് പരക്കെ വിശ്വസിച്ചു പോരുന്നതിനാൽ ആ ഭാഗത്തേക്ക് തുറക്കുന്ന ജനലുകൾ പോലും അടച്ചിടാറാണ് പതിവ്. നിലാവെളിച്ചം സരസിൽ വീഴുന്നതും പ്രതിഫലിക്കുന്നതും ദിവ്യമായ ഒരു കാഴ്ചയാണ്. അങ്ങനെ ധാരാളം കാൽപ്പനികമായ അനുഭവങ്ങളാണ് കൈലാസത്തെക്കുറിച്ച് നമുക്ക് കേൾവിയുള്ളത്. അങ്ങനെ ധാരാളം ഹിമാലയ യാത്രകളെ കുറിച്ചുള്ള പുസ്തകങ്ങളും ധാരാളം വായിക്കുക. രാജൻ കാക്കനാടന്റെ ഹിമാലയ യാത്രാ വിവരണങ്ങളും സ്വാമി തപോവന സ്വാമികളുടെ ഹിമഗിരി വിഹാരമൊക്കെ വായിച്ച ശേഷമാണ് എങ്ങനെയും കൈലാസ യാത്ര നടത്തണമെന്നൊരു മോഹം കലശലായിട്ട് എനിക്ക് വന്നത്. അങ്ങനെ നെടുനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ദേവദേവേശന്റെ വിളിയെത്തി. സകലതും ഭവാനിൽ അർപ്പിച്ച് ആസ്തിബാധ്യത കണക്കുകളൊക്കെ സഹധർമ്മിണിയെ ഏൽപ്പിച്ച് യാത്രയായി. പ്രവചനാതീതമായ ദിനാന്തരീക്ഷ സ്ഥിതികളാണ് എന്നും ഹിമാലയത്തിൽ ഉണ്ടാവുന്നതെന്നും അത് മാത്രമേ കൂട്ടിനുണ്ടാവൂ എന്നും യാത്ര ചൊല്ലുന്ന വേളയിൽ അവൾ ഓർമ്മിപ്പിച്ചു. കാരണം കൈലാസ യാത്രികർ നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ പശുപതിനാഥ ക്ഷേത്രം സന്ദർശിക്കുന്ന പതിവ് തെറ്റിക്കാതെ ഗന്ധകി നദിയുടെ ആഴങ്ങളിൽ സമ്മാനിച്ച സാളഗ്രാമങ്ങളും രുദ്രാക്ഷമാലകളുമായി ത്രിപിഷ്ടപം എന്ന ടിബറ്റിലേക്ക് യാത്രയായി. ഞങ്ങൾ 6 പേരായിരുന്നു സംഘത്തിലുള്ളത്, 6 മലയാളികൾ. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലെ ഇന്ദിരാവതി നദീതീരത്തുള്ള സൗഹൃദ സേതു മുതൽ ചൈനീസ് പട്ടാളക്കാരുടെ ശകാരങ്ങളും ഋണാത്മക സമീപനവും കൂടുതൽ മഹാദേവ ശരണാർത്ഥിയാവാൻ ഞങ്ങൾക്ക് പ്രേരണയായി. ക്യാമറയും ഹാൻഡിക്യാമും കണ്ട് ആക്രോശിച്ച് മെഷീൻ ഗണ്ണും വിലങ്ങുമായി ഓടിയെടുത്തു വന്ന മഞ്ഞപ്പട്ടാളക്കാരന്റെ കോപാവേശം തണുപ്പിക്കുവാൻ നമ്മുടെ കൈവശം ഉണ്ടായിരുന്നത് നമശിവായ മന്ത്രം മാത്രം. ഇടതൂർന്ന നിബിഡവനം ദേവദാരു വൃക്ഷങ്ങൾക്കും ക്രമേണ കുറ്റിക്കാടുകൾക്കും അവ പിന്നീട് പുൽമേടുകൾക്കും പിന്നീട് ഊഷരതയ്ക്കും വഴിമാറിയ ഭൂപ്രകൃതി. പർവ്വത പാർശ്വങ്ങളിലൂടെ നീർച്ചാലുകളുടെ അനുഗ്രഹവർഷം ഏറ്റുവാങ്ങി ചെറു ജനവാസ കേന്ദ്രങ്ങൾ പിന്നിട്ട് ന്യാളമെന്ന ചെറു നഗരിയിലെത്തി. കഠിനമായ തണുപ്പ് പരിചയിക്കാൻ ഒരു ദിനം അവിടെ കൂടുതൽ തങ്ങിയിട്ടാണ് യാത്ര വീണ്ടും തുടർന്നത്. തണുപ്പ് പോലും തണുത്തു പോകുന്ന മഞ്ഞിൽ പൊതിഞ്ഞ സായം സന്ധ്യകൾ. ഇടയ്ക്ക് മധ്യാഹ്നത്തിലെ സൂര്യാംശുവിന്റെ പൊള്ളൽ, ചർമ്മം വരണ്ടുണങ്ങി, ചുണ്ടുകൾ വിണ്ടുകീറി, ഭക്ഷണം പോലും ബുദ്ധിമുട്ടായി. കാലാവസ്ഥയുടെ കാഠിന്യം കൊണ്ട് നാഡീവ്യൂഹ ദഹനേന്ദ്രിയ വ്യവസ്ഥകളൊക്കെ താറുമാറായി. തല പൊട്ടിപ്പിളരുന്ന തലവേദന, പ്രാണവായുവിന്റെ കുറവ് കൊണ്ട് അങ്ങനെ സംഭവിക്കുമത്രേ. ഓരോ ദിവസവും യാത്രാപഥം കൂടുതൽ ദുഷ്കരമായി മാറുകയായിരുന്നു. രാത്രിയിലും പകലും മനസ്സ് ഭ്രമകൽപ്പനകളിൽ വിലയിക്കുന്നത് ഏറെ ആശങ്കയുണർത്തിയിരുന്നു. ഓക്സിജന്റെ കുറവ് അത്തരത്തിലും ഭ്രമകൽപ്പനകളിലേക്ക് നമ്മളെ നയിക്കുമത്രേ. ഊഷരമായതും ചതുപ്പ് നിറഞ്ഞതും പൊടി പരന്നതും കൽക്കൂട്ടങ്ങൾ നിറഞ്ഞതും ചെങ്കുത്തായതും അങ്ങനെ ദിവസങ്ങളുടെ യാത്ര. പട്ടാള ക്യാമ്പുകൾ, രത്നഖനന കേന്ദ്രങ്ങൾ, പുൽമേടുകൾ, മണൽക്കാടുകൾ, അങ്ങനെ കാഴ്ചയുടെ ചലനചിത്രങ്ങൾ വൈവിധ്യമാർന്നതായിരുന്നു. സാഗ് എന്ന നഗരം പിന്നിട്ടതോടുകൂടി വൈദ്യുതി, മൊബൈൽ തുടങ്ങിയവ അന്യമായി കഴിഞ്ഞിരുന്നു. കാലാവസ്ഥ കൂടുതൽ തീവ്രമായി. ശരീര മനോബലത്തിനായുള്ള മുൻകരുതലുകളെല്ലാം വ്യർത്ഥമായ ദിനരാത്രങ്ങളായിരുന്നു പിന്നീട്. ചിലപ്പോൾ ചീറിയടിക്കുന്ന പൊടിക്കാറ്റ്, മറ്റു ചിലപ്പോൾ ആലിപ്പഴ വർഷം, ചിലപ്പോൾ മാനം പൊട്ടിച്ചൊരുന്ന പോലെ കനത്ത പേമാരി. നമ്മൾ സഞ്ചരിക്കുന്ന ലാൻഡ് ക്രൂയിസർ പോലും ഇതച്ച് തളർന്നുവോ എന്ന് സംശയിച്ച ഇരുവ് പകലുകൾ. സഹസ്രാബ്ദങ്ങളായി ഋഷീശ്വരന്മാരും യോഗിവര്യന്മാരും കാൽനടയായി സഞ്ചരിച്ച വഴിയിലൂടെ ഏറെ യാത്രാ സൗകര്യത്തോടെ ഗമനം ചെയ്യാൻ എന്തിനു ഭയം എന്ന് പരസ്പരം സമാശ്വസിപ്പിച്ച് യാത്ര തുടരുക തന്നെ ചെയ്ത് മാനസ സരസിന്റെ തീരത്തെത്തിയ അപരാഹ്നത്തിൽ യാത്രികർ ഉത്സാഹഭരിതരായി. അരുണകിരണങ്ങൾക്ക് നിലാവിന്റെ കുളിർമ പോലെ നീലാകാശം അതിരിടുന്ന അകലങ്ങളിൽ വരെ പരന്നു കിടക്കുന്ന ബ്രഹ്മവിരചിതമായ മാനസ സരസിനെ അത്ഭുതവും അതിലേറെ ആഹ്ലാദത്തോടെയും നോക്കിക്കണ്ടു.
അങ്ങകലെ നീലവാനിൽ ചുംബനമർപ്പിച്ച് രജത ഗിരിശൈലം കൈലാസപർവ്വതം ദൃശ്യമായി. ശംഭോ മഹാദേവ! യാത്രാസംഘങ്ങൾ എല്ലാവരും ഉറക്കെ വിളിച്ചു. എത്ര മനോഹരമായ കാഴ്ച! വെള്ളി മേലാപ്പണിഞ്ഞ കൈലാസ ശിഖരത്തിന്റെ പടികൾ പോലും വ്യക്തമായി കാണാനായതിൽ എല്ലാവരും അത്യധികം സന്തോഷിച്ചു. കണ്ണുനീരോടെയാണ് ഞങ്ങൾ ശിവപഞ്ചാക്ഷരി ചൊല്ലി സാഷ്ടാംഗ പ്രണാമം ചെയ്തത്. കാലാവസ്ഥയുടെ ആനുകൂല്യം കണ്ട് ടിബറ്റൻ സാരഥി പെമ്പ എന്ന ഡ്രൈവർ ഞങ്ങളെ ആശീർവദിച്ചു. വളരെ അപൂർവ അവസരങ്ങളിൽ മാത്രമേ അവിടെ ഇത്ര വ്യക്തമായി കൈലാസ ദർശനം സാധ്യമാവാറുള്ളൂ എന്നത്രേ. ഈ മനോഹര ദൃശ്യത്തിന് അർഹത സമ്മാനിച്ചതിന് സർവേശ്വരനോട് കണ്ണുനീരോടെ നന്ദി ചൊല്ലി. 85 നാഴിക ചുറ്റളവുള്ള സരസിനെ പ്രദക്ഷിണം ചെയ്തിട്ട് പലവട്ടം ആവോളം സ്നാനം ചെയ്ത നവജീവൻ കൈവന്ന ചാരിതാർത്ഥത്തോടെയാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. പൗർണമി രാവിൽ ഈ സരസിൽ ദേവാംഗനമാരും അപ്സരസ്ത്രീകളും നീരാടാൻ എത്തുമെന്ന വിശ്വാസത്തെ പിൻപറ്റി നറുനിലാവിലെ ഓളത്തിളക്കത്തിൽ രാവേറെ ചെല്ലുന്നതുവരെ കാത്തിരിക്കുവാൻ ഒരുങ്ങിയെങ്കിലും കനത്ത മഞ്ഞു വീഴ്ച തടസ്സമായി. പിറ്റേന്ന് രാക്ഷസ തടാകവും സന്ദർശിച്ച് ദർച്ചൻ എന്ന ചെറു നഗരത്തിലേക്ക് യാത്രയായി. സെർലാങ് നദിയുടെ തീരത്തെ കൈലാസപർവ്വതത്തിന് തെക്കുഭാഗത്തെ ബേസ് ക്യാമ്പായ ദർച്ചൻ സമുദ്രനിരപ്പിൽ നിന്ന് 15,000 അടി ഉയരത്തിലാണ്. കൈലാസത്തിന്റെ തെക്കുഭാഗത്തുള്ള അഷ്ടപതിലെത്തിയാൽ കൈലാസം വളരെ അടുത്ത് കാണാം. ദക്ഷിണാമൂർത്തി ഭാവത്തിലുള്ള ഭഗവത് ദർശനം ഏറെ അധ്വാനമില്ലാതെ സാധ്യമാകുമെന്നാണ് അഷ്ടപുതന്റെ പ്രധാന ആകർഷണം. ഞങ്ങൾ മലയാളി സംഘാംഗങ്ങൾ പരിക്രമണം നടന്നുകൊണ്ടെന്ന് തന്നെ ഉറപ്പിച്ച് അതിരാവിലെ തന്നെ ദർശനിൽ നിന്ന് 5-6 കിലോമീറ്റർ അകലെയുള്ള യമദ്വാറിലേക്ക് പുറപ്പെട്ടു. ടിബറ്റൻ ഭാഷയിൽ ബുദ്ധമത പ്രാർത്ഥനകൾ ആലേഖനം ചെയ്ത ബഹുവർണ്ണ കൊടിക്കൂറകൾ കൊണ്ട് അലങ്കൃതമായ ഒരു കരിങ്കൽ കമാന നിർമ്മിതി. മുകളിൽ ചെറിയൊരു താഴികക്കുടവുമുണ്ട്. കമാനത്തിലൂടെ കുനിഞ്ഞു കടന്ന് പ്രതീകാത്മകമായി മരണത്തെ പുലുകി യാത്ര തുടർന്നു. വലതുഭാഗത്തായി കൈലാസനാഥനെയും കാവ്യവർണ്ണം പൂണ്ട പർവ്വത ശിഖരങ്ങളെയും കണ്ടുകൊണ്ട് സെറിയും താഴ്വരയിൽ എത്തിച്ചേർന്നു. പിന്നീട് ടിബറ്റൻ ഭാഷയിൽ ദൈവത്തിന് നന്ദി എന്നർത്ഥം വരുന്ന ഹാച്ചു നദിയും നദീതടവും പിന്നിട്ട് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പെൺയാക്കിന്റെ കൊമ്പ് എന്നർത്ഥം വരുന്ന ദിറാപ്പുക്ക് എന്ന 16,100 അടി ഉയരത്തിലുള്ള ക്യാമ്പിൽ ഇരുട്ട് വീഴുന്നതിന് മുമ്പ് എത്തിപ്പറ്റണം. ദൂര ദിശാ സൂചികകൾ ഒന്നും തന്നെ കാണാനേയില്ല. തളർന്ന് അവശരായെങ്കിലും പരസ്പരം പ്രോത്സാഹിപ്പിച്ച് ഞങ്ങൾ ആലാവും വിധം വേഗതയിൽ നടക്കുവാൻ ശ്രദ്ധിച്ചു. അരുവികളും പാറക്കൂട്ടങ്ങളും അലിഞ്ഞു തീരാത്ത മഞ്ഞിൻ കൂനകളും ആവർത്തിച്ച് പാതകൾ പിന്നിടുവാൻ ഊന്നുവടികൾ ഏറെ സഹായകമായി. ലഘു ഭക്ഷണ പാക്കറ്റുകളുടെ ഭാരം പോലും ദുസ്സഹമായപ്പോൾ ദണ്ഡ നമസ്കാരം ചെയ്ത് 10-30 ദിവസം കൊണ്ട് കൈലാസ പരിക്രമം ചെയ്യുന്ന സാധുക്കൾക്ക് അവ സമർപ്പിച്ചതുകൊണ്ട് അത്രയും എളുപ്പമായി. ശ്വാസം കഴിക്കുവാൻ ബുദ്ധിമുട്ട് ഏറിക്കൊണ്ടേയിരുന്നു. ഏറെ ക്ലേശിച്ച് ഒരുവിധം ദിറാപ്പുക്കിൽ എത്തിച്ചപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. 24 കിലോമീറ്റർ പിന്നിട്ടതിന്റെ ആശ്വാസത്തോടെ മഴച്ചാറ്റിൽ നിന്ന് രക്ഷ നേടാൻ ഒരു കൂടാരത്തിൽ അഭയം തേടി. ജാബിയാങ് പർവ്വത മുകളിൽ കയറിയാൽ കൈലാസം അടുത്തു കാണാമെന്ന അറിവ് കൂടാരത്തിന്റെ ഉടമസ്ഥരിൽ നിന്ന് കിട്ടിയ ശേഷം അതിനുള്ള ഉദ്യമമായി. അവശരായ സഹയാത്രികരെ വിശ്രമിക്കുവാൻ വിട്ട് ജാബിയാങ്ങിന്റെ ശിഖരത്തിലേക്ക് മെല്ലെ നടന്നു. ശ്വാസം ഇടയ്ക്കിടയ്ക്ക് നിലച്ചു പോകുന്നുവോ? ഹൃദയത്തിന്റെ വേഗത ഇരട്ടിയായിരിക്കുന്നു. ഒരു വിധത്തിൽ ഇരുന്നും നിരങ്ങി എന്ന പോലെ മുകൾ നിരപ്പിൽ എത്തിയപ്പോൾ മഞ്ഞു മൂടിയ കൈലാസം ഇതാ തൊട്ടടുത്ത്. മൂടൽ മഞ്ഞും മഴയും കാറ്റും കാഴ്ചയും മറയ്ക്കുന്നുവെങ്കിലും അവസാദ ശിലാനിർമ്മിതമായ കൈലാസത്തെ തൊട്ടു തൊഴാനായതിൽ മനസ്സ് കുളിർന്നു. ഭഗവാനെ, സർവേശ്വര എന്ന് മനമൊരുകി വിളിച്ചു. പ്രതികൂല കാലാവസ്ഥയാകിയാൽ പിറ്റേന്ന് പരിക്രമണം അനുവദിക്കയില്ലെന്ന് അറിയിച്ച ചൈനീസ് പട്ടാളക്കാർ പോയതോടെ നിരാശരാകാതെ ഞങ്ങൾ പഞ്ചാക്ഷരിയിൽ തന്നെ അഭയം തേടി. നമശിവായ നമശിവായ നമശിവായ. പരിക്രമണത്തിന്റെ 2-ാം ദിവസമാണ് ഏറെ ദുർഘടവും ക്ലേശപൂർണവും. 19,500 അടി ഉയരമുള്ള ദോൾമ ചുരം തരണം ചെയ്യുവാൻ ഭഗവാന്റെ അനുഗ്രഹം ചില്ലറയൊന്നും പോരാ. ആയിരക്കണക്കിന് നാഴികകൾക്ക് അകലെ നിന്ന് എത്തി ഞങ്ങളെ പരിക്രമണം പൂർത്തിയാക്കാതെ മടക്കി അയക്കരുതേ എന്ന് ദക്ഷിണാമൂർത്തിയോട് ഹൃദയം തുറന്ന് യാചിച്ചു. നീണ്ടുനിന്ന കനത്ത മഴയും ആലിപ്പറ വർഷവും കൊണ്ട് കൂടാരം തകരുമോ എന്ന് പോലും ശങ്കിച്ചു. അതുകൊണ്ട് ഉറക്കം പോലും ഉപേക്ഷിച്ചിറങ്ങിപ്പോയിരുന്നു. പിറ്റേന്ന് പുലർച്ചെ 4 മണിയായപ്പോഴേക്കും മഴ ഏതാണ്ട് തോർന്ന മട്ടിലിരുന്നു. യാക്കിൻ പറ്റത്തോടൊപ്പം പുറപ്പെട്ട ഷെർപ്പകളുടെ കാലടിപ്പാടുകൾ പിന്തുടർന്ന് ഞങ്ങളും യാത്രയായി. കനത്ത മഞ്ഞിന്റെ മറ ഭേദിക്കുവാൻ ശക്തിയേറെ ടോർച്ചിനും കഴിഞ്ഞില്ല. കുഴമഞ്ഞിൽ കയറ്റം ഏറെ വിഷമകരമായി. ഓരോ ചവിട്ടടിയും ചെളിയിലും ചതുപ്പിലും പുതഞ്ഞു നടക്കുവാൻ ഏറെ പണിപ്പെടേണ്ടി വന്നു. ഇടയ്ക്ക് നീർച്ചാലുകളുടെ കുത്തൊടുക്കുകൾ വഴിതെറ്റാൻ സാധ്യതയൊരുക്കി.
ഉയരത്തിലേക്ക് കയറും തോറും ശ്വാസോച്ഛ്വാസം ദ്രുതഗതിയിലായി. ഹൃദയമിടിപ്പിന്റെ താളം ചെവിയിൽ പെരുമ്പറയായി. മൂക്കിനുള്ളിലെ രക്തധമനികൾ പൊട്ടി ചോരച്ചാലുകൾ മേൽച്ചുണ്ടിലൂടെ മീശയിലൂടെ അരിച്ച് ചുണ്ടിലെത്തി. വയ്യ വയ്യ എന്ന് കാലുകൾ കേഴുന്നു. ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ ഭാരം പോലും ദുസ്സഹമായി തീർന്നു. അപരാഹ്നത്തിന്റെ അവസാന പാദത്തിൽ എപ്പോഴുമാണ് സൂര്യൻ പ്രകാശം ചൊരിഞ്ഞു തുടങ്ങിയത്. ടിബറ്റൻ ഭാഷയിൽ ഓം മണി പത്മേഹും എന്നെഴുതിയ കൊടിക്കൂറകൾ കൊണ്ട് എമ്പാടും അലങ്കരിക്കപ്പെട്ട ശിവസ്ഥലിൽ എത്തി. 13 കല്ലുകൾ മീതെ അടുക്കി വെക്കുന്ന ബുദ്ധ രീതിയിലുള്ള കൽക്കൂമനകൾ കണ്ട് ഞങ്ങൾ അത്ഭുതം കൂറി. എല്ലാം മഞ്ഞു മൂടിയിരിക്കുന്നു. ചില കരിങ്കൽ അടുക്കുകൾക്ക് കീഴിൽ ഏതോ ഭാഗ്യവാനായ ഭക്തന്റെ ഇനിയും അഴുകാത്ത ജഡം കണ്ടേക്കാമെന്നും അവയെ സ്പർശിക്കരുതെന്നും നേരത്തെ ഉപദേശം കിട്ടിയിരുന്നു. ഡോൾമാര ചുരത്തിന് നെറുകയിലെത്തിയ ഞങ്ങൾ താരാദേവി കൊടുമുടിയും ഗൗരി കുണ്ടും നൽകിയ സ്വീകരണത്തിൽ മതിമറന്നുപോയി. പാർവതി ദേവിയുടെ പഞ്ചതീർത്ഥങ്ങളാണ് മഞ്ഞു മൂടിയ ഗൗരികുണ്ട്. ആത്മീയ മരണത്തിന്റെ സൂചനയായി ബുദ്ധിസ്റ്റുകൾ ഡോൽമാല ചുരത്തിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്ന പതിവുണ്ട്. 19,500 അടി ഉയരമുള്ള ചുരവും ഹിമാനികളും കടന്ന് ഏതോ കാലത്തെ എടുപ്പുകളുടെ അവശിഷ്ടങ്ങൾ എന്ന പോലെ കാണപ്പെടുന്ന കൽക്കൂമ്പാരം കുബേരന്റെ രാജധാനിയായിരുന്ന അളകാപുരുടേതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതീവ ദുർഘടങ്ങളായ പർവ്വത പാർശ്വപാതകൾ പിന്നിട്ട് വൈകുന്നേരത്തോടെ സുതുൽപുക്ക് എന്ന ക്യാമ്പിലെത്തിയപ്പോൾ 26 കിലോമീറ്റർ താണ്ടിയിരുന്നു. ക്ഷീണിതരായ ഞങ്ങൾ സോങ്ചു നദിയുടെ തീരത്തുള്ള കൂടാരങ്ങളിൽ ഒന്നിച്ചെന്ന് വീഴുകയായിരുന്നു. സോങ്ചു പിന്നീട് ബ്രഹ്മപുത്രയിൽ നയിക്കുന്ന ഒരു നദിയാണ്. പിറ്റേന്ന് അതിരാവിലെ തന്നെ ദർശനിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. താരതമ്യേന ദുർഘടങ്ങൾ കുറഞ്ഞ പാതയാണ് പിന്നീടുള്ളത്. ഹോങ്ചു നദിയുടെ ഓരത്തൂടെയുള്ള യാത്ര ഏറ്റവും ഭീതിജനകമാണ്. 1/2 മീറ്റർ മാത്രം വീതിയുള്ള വഴിത്താരിയുടെ ഒരു വശം അഗാധമായ ഗർത്തമാണ്. അപകടമൊന്നും കൂടാതെ കൈലാസ പരിക്രമണം പൂർത്തിയാക്കി ഗോർഖയിലെ ചെറിയ ക്ഷേത്രത്തിനു മുമ്പിലെത്തി സാഷ്ടാംഗം പ്രണമിച്ചാണ് ദർശനിലേക്ക് യാത്ര തുടർന്നത്. മധ്യാഹ്നത്തോടെ ദർശനയിൽ മടങ്ങിയെത്തിയ ഞങ്ങൾ യാത്രാനുഭവങ്ങൾ ഒരുമിച്ച് അയവിറക്കിയത് ഏറെ അനുഭൂതിദായകമായി. 65 കിലോമീറ്റർ വരുന്ന പരിക്രമണ പാത കാൽനടയായി പൂർത്തിയാക്കാൻ ഞങ്ങളെ കരതലത്തിലെന്ന പോലെ കാത്തു സൂക്ഷിച്ച ഗൗരീശങ്കര കാരുണ്യത്തെ കണ്ണീരോടെയാണ് എല്ലാവരും പ്രകീർത്തിച്ചത്. ഈ അനുഗ്രഹത്തിന് പ്രാപ്തനാക്കിയതിന് ബന്ധുമിത്രാദികളുടെയും ഗുരുജനങ്ങളുടെയും പാദങ്ങളിലാവട്ടെ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ഇങ്ങനെയാണ് ഏകദേശം എൻ്റെ യാത്രയുടെ ഒരു ചെറിയ വിവരണം. ഇനി എന്നെ ഇതിനൊക്കെ സഹായിച്ചത് സത്യം ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. കാഠ്മണ്ഡു ബേസ്ഡ് ആയിട്ടുള്ള സത്യം ടൂർസ് ആൻഡ് ട്രാവൽസിലെ ഹിമാൽ എന്ന ഗൈഡാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചതും അദ്ദേഹത്തിന്റെ സേവനമാണ് പലപ്പോഴും ഞങ്ങളെ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ചത്. ഏറ്റവും രസകരമായൊരു വസ്തുത, അതിനുശേഷം അവര് എനിക്ക് തന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അതിനകത്ത് ഇങ്ങനെ പറയുന്നു, എൻ്റെ മുമ്പിൽ അതുണ്ട്, അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് ഹിയർ ബൈ ഇഷ്യൂ ടു കൺഫേം ദാറ്റ് മിസ്റ്റർ ഷാജി എസൻ returned in one piece after overcoming all hardships encountered en route and crossing that high Himalayan mountain pass of Dolmala at 5,600 meters above sea level, while successfully completing the Mount Kailash tour, climbing from 2011 to 18/9/2011. ഇങ്ങനെ റിട്ടേൺഡ് ഇൻ വൺ പീസ്, ഒന്നായി മടങ്ങിയെത്താൻ കഴിഞ്ഞതിൽ ഭഗവാന്റെ കാരുണ്യം വളരെ വലുതാണ്. എല്ലാവർക്കും ഞാൻ ഒരു ആഗ്രഹം പറയാണ്, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പഞ്ചകൈലാസങ്ങളിൽ ഏറ്റവും ദുർഘടമായ കൈലാസം ഏറ്റവും പെട്ടെന്ന് തന്നെ, ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ, പ്രായമാകുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാക്കണം. ഏതാണ്ട് 50-60 ശേഷമാണെങ്കിൽ നമ്മുടെ ശാരീരിക പരിമിതികൾ നമ്മളെ അതിന് പ്രാപ്തരല്ലാണ്ടാക്കിയേക്കാം. അതുകൊണ്ട് കഴിയുമെങ്കിൽ എത്രയും നേരത്തെ കൈലാസ പരിക്രമണം പൂർത്തിയാക്കണം. അത് നമ്മളെ മറ്റൊരു തലത്തിലേക്കാണ് നമ്മൾ എത്തിക്കുക. മാനസികമായി നമ്മൾ എത്രയോ ഉയർന്നൊരു തലത്തിലേക്ക്, നമ്മളുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറിപ്പോകും. വെറുതെയൊന്നുമല്ല ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്, തീർത്ഥാടനത്തിന്റെ മാതാവാണ് കൈലാസ പരിക്രമണം എന്ന് പറയുന്നത്. കാഴ്ചപ്പാടുകളെ മാറിപ്പോകും, ഈശ്വര സങ്കല്പത്തിനെ മാറി. ഒരു ക്ഷേത്ര നിർമ്മിതി പോലുമില്ല, ഒരു കാണിക്ക വഞ്ചിയില്ല. ഈ ഒരു ചമകവും യമകവും ഒക്കെ ചൊല്ലിയുള്ള യാത്ര, എപ്പോഴും നമഃശിവായ മന്ത്രം മാത്രം. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്രയും മനോഹരമായ ഒരു തീർത്ഥാടനത്തിന്റെ അനുഭവം നമ്മളെ എത്രയോ വർഷങ്ങൾ കഴിച്ചു. ഞാൻ ഈ നിമിഷം പോലും ഞാൻ കുറിച്ചു വെച്ചിരുന്ന കുറിപ്പുകൾ നോക്കിയാണ് കൂടുതൽ
കാരണം വിസ്തര ഭയത്താൽ ഏറെ ഞാൻ അതിനെക്കുറിച്ച് വാചാലാവരുതല്ലോ ഞാൻ സ്വയം നിയന്ത്രിക്കുകയായിരുന്നു. കാരണം അത്ര മനോഹരമായ അനുഭവമാണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, എൻ്റെ രോമാഞ്ചമണിയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഓരോ തവണ കൈലാസം കാണുമ്പോഴും. ആദ്യമേ തന്നെ നമ്മൾ രാക്ഷസ താലും അല്ലെങ്കിൽ മാനസ സരസ്വവും ഒക്കെ കാണുമ്പോൾ നമ്മൾ അവിടെ നിന്ന് കൈലാസം ദർശിക്കുമ്പോൾ നമുക്കറിയില്ല ഇത്രയും മനോഹരമായ ഒരു കാഴ്ച, ഇത്രയും നമുക്ക് എന്താ മനസ്സിനെ അങ്ങോട്ട് ആകർഷിക്കുന്ന, അതിനപ്പുറം ഒരു സ്വർഗലബ്ധി, സ്വർഗപ്രാപ്തി ലഭിച്ച പോലെയുള്ളൊരിതാണ്. നമ്മൾ തിരിച്ചു വരാൻ തോന്നില്ല. രഹസ്യമായി പറയട്ടെ, തിരിച്ചു വരാൻ പോലും നമുക്ക് തോന്നില്ല. അത്ര മനോഹരമായൊരു അനുഭവമാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ നമ്മൾ മടങ്ങുള്ളൂ. കാരണം അത്ര സന്തോഷത്തിലാണ് നമ്മൾ അനുഭൂതിയുടെ വേറൊരു തലങ്ങൾ, സന്തോഷവും ആനന്ദം, ഇതൊക്കെ നമ്മുടെ സന്തോഷത്തിന്റെ ഒരു അവസ്ഥകളാണ്. ചെറിയ സന്തോഷത്തിൽ ഏറ്റവും ഉദാത്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അനുഭൂതി എന്ന് പറയുക, ഇല്ലേ? ആ അനുഭൂതിയുടെ ഏറ്റവും അങ്ങേറ്റത്തെ ഒരു സ്റ്റേജിലാണ് നമ്മൾ കൈലാസ പരിക്രമണം പൂർത്തിയാക്കി നമ്മൾ മടങ്ങുന്നത്. ഭഗവാനെ നമ്മളിങ്ങനെ കൈകൊണ്ട് അദ്ദേഹം നമ്മളെ കാത്തു സൂക്ഷിച്ച, നമ്മളുടെ മുകളിൽ കുടയായി പിടിച്ച് ഈ ആലിപ്പഴ വർഷത്തിലും മണ്ണുപൊടി കാറ്റുകൾക്കിടയിലും മഞ്ഞിന്റെ ഭീകരമായ ഇതിലൊരു സ്നോ ബൈറ്റ് പോലും ഒന്നും ഉണ്ടാക്കാതെ നമ്മളെ കാത്തു സൂക്ഷിച്ചു നമ്മളെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന ആ പരമകാരുണികന് വീണ്ടും വീണ്ടും പ്രണാമം അർപ്പിച്ചു വന്നു. എല്ലാവർക്കും കൈലാസത്തിലേക്ക് ഒരു യാത്ര നടത്താൻ, പഞ്ചകൈലാസത്തിലെ ഈ കൈലാസത്തിലെങ്കിലും യാത്ര നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഒരു അവസരം തന്നതിൽ ഞാൻ എല്ലാവർക്കും, അനിതയോടും ഡോക്ടർ മിനിയോടൊക്കെ ഏറെ നന്ദിയുള്ളവനാണ്. ഇനി എന്തെങ്കിലും അസിസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ സത്യം ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ നമ്പർ തരാം. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒന്നൊന്നുമില്ല, നെറ്റിലൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അവർക്ക് പലതരം ടൂർ കമ്പനികൾ നടത്തുന്നുണ്ട്. നടന്നു തന്നെ പൂർത്തിയാക്കുമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. നമുക്കറിയാം, ഇപ്പം നിളയുടെ തീരത്ത് നാവാമുകുന്ദന്റെ ക്ഷേത്ര പരിസരത്ത് മഹോത്സവം നടത്തുവാണ്. അറിയാം, മാർക്കണ്ഡ മഹർഷി ഏത് വേണമെന്ന് ചോദിച്ചു, ഇല്ലേ? 16 വയസ്സ് മാത്രം അല്പായുസുള്ള പുത്രനെ വേണോ, ദീർഘായുസുള്ള മന്ദബുദ്ധിയെ വേണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അല്പബുദ്ധിയായെങ്കിലും 16 വയസ്സ് അല്ല, അല്പബുദ്ധിയായിട്ടുള്ള ആളെ വേണ്ട, സുബുദ്ധിയായിട്ടുള്ള 16 വയസ്സ് മാത്രം പ്രായം കൊണ്ട് ആയുസുള്ള മകനെ മതി എന്ന് പറഞ്ഞ മാർക്കണ്ഡ മഹർഷിയുടെ മകൻ മാർക്കണ്ഡേയൻ നാവാമുകുന്ദന്റെ അടുത്തെത്തി. അതിനുശേഷം കാലൻ, അല്ലേ, സമയം തെറ്റാൻ പാടില്ല എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് ആണ് കാലൻ മാർക്കണ്ഡേയ 16 വയസ്സേ ഉള്ളൂ. അപ്പോഴത്തേക്കും പിതാവിനും മക്കൾക്കും എല്ലാവർക്കും ബന്ധുക്കൾക്കൊക്കെ സങ്കടമായി ഈ മാർക്കണ്ഡേയനെ വിട്ടുപിരിയുന്നില്ല. അത്ര ബുദ്ധിമാനാണ്, അത്ര മികച്ച, എല്ലാവർക്കും സ്നേഹവാത്സല്യം ചൊരിയുന്ന കുട്ടിയാണ്. അപ്പോഴാണ് നാവാമുകുന്ദൻ അക്കരെ പോയിക്കോളൂ, തൃപ്പഴങ്ങോട്ടപ്പനെ ശരണം പ്രാപിച്ചോളൂ എന്ന് പറയുന്നത്. തൃപ്പഴങ്ങോട്ടപ്പന്റെ അടുത്ത് നിന്ന് ശിവലിംഗത്തിൽ വാരി പുണർന്ന് കിടന്ന് കാലൻ വരികയും ആ കാലന്റെ കാലപാശം മാർക്കണ്ഡേയനെ മാത്രമല്ല ശിവലിംഗത്തെയും സ്പർശിച്ചപ്പോൾ ഭഗവാൻ കാലനായി മാറി കാലനെ വധിച്ച കഥയൊക്കെ നമുക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രസക്തമാണ്. ഇപ്പൊ അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹോത്സവത്തിന്റെ ഭാഗമായിട്ടൊക്കെ. അപ്പം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഒക്കെ സാന്നിധ്യമുള്ള മാഘമഹോത്സവത്തിലൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവണം. ഞാനും കഴിഞ്ഞ 2 ദിവസമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ എത്തിയുള്ളൂ. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു അവസരം കിട്ടിയാലും അവസരത്തിന് ഇങ്ങനെ ഈ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ കഴിഞ്ഞാലും ഏറെ സന്തോഷം. ഈ നമ്മള് MK രാമേന്ദ്രന്റെ പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ, മാനസ സരോവരിൽ ഇറങ്ങുമ്പോ വേറെ എന്തെല്ലോ ചവിട്ടുന്നത് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടായി എന്നൊക്കെ. ഇത്തരം അനുഭവങ്ങൾ എന്തെങ്കിലും സാറിന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. അത് പ്രധാനമായിട്ട് ഹലൂസിനേഷൻ ആണ്, നമ്മുടെ മനസ്സിന്റെ ഭ്രമകൽപ്പനകളാണ്. അതായത് ഓക്സിജൻ കുറവാണ്. ഓക്സിജൻ കുറവായിരിക്കുമ്പോൾ നമ്മൾ സ്വപ്നങ്ങളിലിരിക്കുമ്പോൾ, പിന്നെ സ്വപ്നം ഏത് യാഥാർത്ഥ്യം ഏത് എന്ന് തിരിച്ചറിയാനാവാത്തൊരവസ്ഥ. അതായത് നമ്മുടെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഇതൊക്കെ നമുക്ക് വേർതിരിച്ച് നമുക്ക് നോർമൽ ലൈഫിൽ അറിയാൻ പറ്റും. ഈ ഓക്സിജൻ നമുക്കറിയാം, തലച്ചോറിലേക്ക് 10 മിനിറ്റിലേറെ ഓക്സിജൻ സപ്ലൈ ഇല്ലെങ്കിൽ നമ്മൾ സ്വപ്നങ്ങളാണോ അതോ ഭ്രമകൽപ്പനകളാണോ എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ചില കാഴ്ചകളിലേക്ക് നേരിടേണ്ടി വരും. അപ്പൊ നമുക്കിത് വേർതിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ അത്ഭുതപ്പെടും, ഇത് യാഥാർത്ഥ്യമാണോ എന്ന് തന്നെ ധരിച്ച് നമ്മൾ ചിലപ്പോൾ പെരുമാറിയെന്ന് വരും. അതാണ് ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പലർക്കും തോന്നാറുണ്ട്. അത് അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ട് തോന്നാം. ആ വിഷ്വൽ തിങ്കിങ് ആണ് അവരെ അതിന് പ്രാപ്തരാക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഓക്സിജന്റെ ഒരു കുറവ് കൊണ്ടാണെന്ന് നേരത്തെ നമ്മൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചതുകൊണ്ട്
ഇപ്പൊ രാത്രിയിൽ ഇപ്പൊ അന്നൊരു ഓണ രാത്രിയിലായിരുന്നു, ഉത്രാടത്തിന്റെ അന്ന് രാത്രിയിലാണ് ഞങ്ങൾ ഈ മാനസ സരസിന്റെ തീരത്ത് എത്തുന്നത്. ഞങ്ങൾ കൽപ്പാളി നല്ല ഉരുളം കല്ലുകൾ കൊണ്ടാണ് ഞങ്ങൾ അന്ന് പൂക്കളം രചിച്ചത്. ഹാപ്പി ഓണം 2011 ഞങ്ങൾ മണൽപ്പുറത്ത് മാനസ സരസിന്റെ തീർത്ത് മഞ്ഞുകട്ടകളൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു ഓണപ്പൂക്കളവും അന്ന് തീർക്കണ്ടായി. രാത്രിയിലൊക്കെ ഞങ്ങൾ രസകരമാണ്, കാരണം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ കാഴ്ച പിന്നീട് നമുക്ക് കാണാൻ കഴിയില്ല. ഉറക്കം പോലും ഞങ്ങൾ മാറ്റിവെച്ചു. അത്രയും മനോഹരമായ കാഴ്ച, നമുക്ക് ഒരു നിമിഷം പോലും നമുക്ക് ഇത് നഷ്ടപ്പെടുത്താൻ നമുക്ക് തോന്നില്ല. പിന്നീടും വർഷങ്ങൾക്ക് ശേഷവും ഞാനത് ഇപ്പോഴും അനുഭവിക്കുന്നതിൻ്റെ ഒരു സുഖം വളരെ വലുതാണ്. അതുകൊണ്ട് ഭ്രമകൽപ്പനകൾ എന്ന് പറയുന്നത് നമ്മൾ ഓക്സിജന്റെ കുറവ് കൊണ്ട് തോന്നുന്നതാണ്. സ്വപ്നവും ഈ യാഥാർത്ഥ്യവും വേർതിരിച്ച് കാണാൻ പറ്റാത്തതിൻ്റെ ആണെന്നാണ് എൻ്റെ അനുഭവം. ഫിസിക്കൽ ഫിറ്റ്നസ് തീർച്ചയായിട്ടും ഉണ്ടാകണം, യാതൊരു അതിന് കോംപ്രമൈസ് ഇല്ല. കാരണം നമ്മളെ ചൈനീസ് പട്ടാളക്കാർ നമ്മുടെ പലവട്ടം പരിശോധിക്കും. നമ്മൾ ഫിസിക്കലി ഫിറ്റ് അല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അവർ പ്രദർശനം ഒരു കാരണവശാലും അനുവദിക്കില്ല. കാരണം അവർക്ക് എയർ ലിഫ്റ്റ്, ഈ ബോഡി, നമ്മുടെ ഡെഡ് ബോഡി ആയി കഴിഞ്ഞാൽ എയർ ലിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ 2.5 ലക്ഷം രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവർ പരമാവധി ഒഴിവാക്കുക. അവർ വീണ്ടും നമ്മളെ പരിശോധിക്കും. അതും ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാവില്ല, ചൈനീസ് അല്ലാതെ വേറൊരു ഭാഷ അറിയില്ല. അവർ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് നമ്മൾ പറയുന്നതൊന്നും അല്ല ഇന്റർപ്രറ്റ് നമ്മുടെ ഗൈഡ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അവർ തിരിച്ചു പറയുന്നത് തിരിച്ച് പ്രോപ്പർ രീതിയിലായിരിക്കില്ല. അപ്പൊ ഒരു മരുന്നിന്റെ പോലും പേരുകളൊന്നും നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകൾ, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരോ ഷുഗറിനുള്ളവരോ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും അവിടെ അവൈലബിൾ അല്ല. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ അതേ ശരീരത്തിന്റെ ഫിറ്റ്നസ് നിലനിർത്തുക എന്ന് മാത്രമേ ഉള്ളൂ. കഴിയുമെങ്കിൽ അവർ നമ്മളെ നിരുത്സാഹപ്പെടുത്തും. അതാണ് ഏറ്റവും വലിയൊരു ദുരനുഭവം. നമ്മളൊരു ശല്യമായിട്ടാണ് അവർ കാണുന്നത്. നമ്മളിൽ 50,000 രൂപയോളം നമ്മൾ ഇതിന്റെ വിസ ഫീസ് തന്നെ അടച്ചാൽ നമ്മൾ പോകുന്നത്. നമ്മൾ ഓരോരുത്തർക്കും പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. എല്ലാം നിസ്സാരമായിട്ട്, പണമില്ലാതെ ഒരു കാര്യവും അവിടെ നടക്കുന്നില്ല. ഒരു നിസ്സാര ഇതിന് പോലും നമ്മൾ പണം പേ ചെയ്തിട്ടാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശല്യം. എന്നാൽ ഇതേ ആറ്റിറ്റ്യൂഡല്ല പാശ്ചാത്യരോട് അവർ കാണിക്കുന്നത്. അവർ ഡോളർ കണക്കിന് അവർക്ക് വാങ്ങിക്കുമ്പോൾ അവർ കൂടുതൽ വിധേയത്വത്തോടെയാണ് പാശ്ചാത്യരോട് അവർ പെരുമാറുന്നത്. അത് നമുക്ക് വേറിട്ട് പെട്ടെന്നറിയാം. ചൈനയും നമ്മളുമായിട്ടുള്ള ഒരു ആ സംഘർഷത്തിന്റെ, അതിർത്തി സംഘർഷത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ വരുന്നത്. അപ്പം നല്ല അന്തരീക്ഷമാണെങ്കിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം നിലനിൽക്കുമ്പോഴേ ഈ യാത്ര സാധ്യമാകും. എന്തെങ്കിലും ഞാനൊരു തവണ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അന്ന് എനിക്ക് പോകാൻ സാധിച്ചില്ല. എനിക്ക് ആ ഇത് വലിയ പൈസ അടച്ചൊക്കെ നമുക്ക് നഷ്ടമാവും. അന്ന് അവർ ഒളിമ്പിക്സ് നടക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് ആവശ്യമായ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റിയില്ല. ഈ തെക്ക് ഭാഗത്തേക്ക്, പർവ്വത പ്രദേശത്തേക്ക് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരത് നിഷേധിച്ചു. നമ്മുടെ പൈസ പോകുന്നത് മാത്രമേ ഉള്ളൂ. വീണ്ടും അവർ പിന്നെ വീണ്ടും ആപ്ലിക്കേഷൻ കൊടുത്ത് അന്നേരം വീണ്ടും നമ്മൾ പൈസ അടയ്ക്കണം. അവരൊരു ഹെൽപ്ഫുൾ അല്ല ഒരിക്കലും. അവർ നമ്മുടെ തീർത്ഥാടനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് സഹായമായിട്ടുണ്ടാവില്ല. അതാണ് അവരുടെ നമുക്ക് തോന്നുന്ന ഒരു ബുദ്ധിമുട്ടും അത് തന്നെയാണ്. പക്ഷെ സ്റ്റിൽ നമശിവായ അത് തന്നെയുള്ളൊരു ആശ്വാസം. തീർച്ചയായിട്ടും നമ്മളെ ഭഗവാൻ സഹായിക്കും, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. നമുക്ക് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടോ, നമ്മൾ എന്തായാലും എത്തിയിരിക്കും. ഒക്കെ പുല്ലുപോലെ ഇതെല്ലാം മാറിപ്പോകും. കനത്ത മഴ പെയ്യാൻ പോകുന്ന, ഇങ്ങനെ ആകാശം പൊട്ടിച്ചു വരുന്ന പോലെ വലിയ ആലിപ്പഴ വർഷങ്ങളുണ്ടാവും. വലിയ പാർക്കല് പോലത്തെ ആലിപ്പഴങ്ങളാണ് വീഴുക. പക്ഷെ നിമിഷ നേരം കൊണ്ട് അതൊക്കെ മാറും. നമുക്ക് വീണ്ടും തുടർന്ന് നടക്കാൻ പറ്റും. വഴി പോലും മറിഞ്ഞു പോകുന്നു. കാരണം പെട്ടെന്ന് ആലിപ്പഴ വർഷം വന്നാൽ വഴി അറിയില്ല. നമ്മൾ ഈ കൂനകളും അടയാളവാക്കും ഒന്നുമില്ല. ഇതിന് മുമ്പ് പോയ ആൾക്കാരുടെ കാലടിപ്പാടുകളേ ഉള്ളൂ. ആ കാലടിപ്പാട് മഞ്ഞ് പുതഞ്ഞ മൂടിപ്പോയാൽ പിന്നെ അറിയില്ല. വഴിതെറ്റി പോകുന്ന വല്ല ശാലമായിട്ടുള്ള ഇതിനകത്തേക്കാണെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പൊ ഈ യാക്കിന്റെ ഭാരം, ഒരു യാക്കിന് 100-800 കിലോ ഭാരമുണ്ട്. അപ്പൊ ഈ യാക്കിന്റെ കുളമ്പടി നോക്കിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. മഞ്ഞ് പുതഞ്ഞാൻ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുങ്ങളുടെ കാലിടിപ്പാട് നോക്കും. കാരണം അതുങ്ങൾ നല്ല വെയിറ്റുള്ള ശരീരമായിട്ട് അതുങ്ങൾ താഴാത്ത ഇടം നോക്കി അതിന്റെ കാലിടിപ്പാട് നോക്കി കുളമ്പിന്റെ പാടുകൾ നോക്കിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അത് ഇരുട്ടത്ത്. വെളുപ്പിനെ യാത്ര ചെയ്തെങ്കിലേ നമ്മൾ ഈ കാലുമുട്ടുകളൊക്കെ വേദനിക്കും, ശ്വാസം വിട്ടും ധാരാളം ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതൊക്കെ കഴിയുമ്പോൾ ഒരു സുഖമുണ്ട്. നമ്മൾ ഇതെല്ലാം കഴിയുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഇനിയും പലതവണ വന്നോട്ടെ, നമ്മൾ ഇനിയും പോകണം എന്നുള്ള ആഗ്രഹം വരും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഒരു ചാരുത. അതാണ്. ഇപ്പൊ ഒരു യാത്രക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ ഏത് മാസത്തിലായിരിക്കും പോവാനായിട്ട്? ജൂണിന് ശേഷം, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഈ 4 മാസമാണ് അവിടെ മഞ്ഞ് ഏറ്റവും കുറവ്. ആ സമയത്തായിരിക്കും പോകാനായിട്ട്. അവിടെ മഞ്ഞില്ല എന്നല്ല, മഞ്ഞുണ്ട്. അത് ഡേ ബൈ ഡേ വ്യത്യാസപ്പെടുത്തുകൊണ്ടിരിക്കും. ഒരു ദിവസം നല്ലതാണെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം കനത്ത മഞ്ഞ് വീഴ്ച ഉണ്ടായിരിക്കും. അത് നമുക്ക് അത്ര സുഖകരമായി തോന്നുന്നില്ല. അപ്പം ഒന്നാമത് ഡൈജഷൻ ശരിയാവും. നമ്മുടെ നാഡീവ്യവസ്ഥ മുഴുവൻ താറുമാറാവും. കഴിക്കുന്ന ഭക്ഷണം ഒന്നും ദഹിക്കില്ല. നമ്മുടെ ഭക്ഷണമൊന്നും കിട്ടാനുമില്ല. കിട്ടുന്നതെല്ലാം പലതരം ഓയിൽ കലർന്നതും ചൈനീസ് ഇതുള്ള രീതിയിൽ, ടിബറ്റൻ രീതിയിലായതുകൊണ്ട് അതൊന്നും
കുക്കിംഗ് ഒന്ന് ഹാഫ് കുക്കിംഗ് ആണ്. പലതും പകുതി വേവിച്ചതായിരിക്കും, ബാർലി അങ്ങനെ തുടങ്ങിയ സാധനം. ഇതൊന്നും നമ്മുടെ ശരീരത്തിലെ ദഹന സിസ്റ്റത്തിൽ പിടിക്കില്ല. പിന്നെ അതിൽ ഒന്നുകിൽ ലൂസ് മോഷൻ അല്ലെങ്കിൽ വോമിറ്റിങ്, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ തലവേദന, അത് ഇവിടുന്ന് പോകും തിരിച്ചു വരുന്ന ഒരു തലവേദനയായിരിക്കും, അതൊരു സംശയമില്ല. അത് ഓക്സിജന്റെ കുറവാകാം, മറ്റൊത്തിരി പ്രശ്നങ്ങളുണ്ട്. വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല, എന്നാൽ തണുപ്പായതുകൊണ്ട് വെള്ളം കുടിക്കാൻ തോന്നില്ല. വേണ്ടെങ്കിലും നമ്മൾ വെള്ളം കുടിച്ചേ തീരൂ, കുടിക്കണം, നിർബന്ധമായിട്ട് കുടിക്കണം. അങ്ങനെ പിന്നെ ടോയ്ലറ്റ് പോകല്, പച്ചയായിട്ട് ഞാൻ പറയാണ്, ടോയ്ലറ്റ് പോകലാണ് നമ്മളെ അലട്ടുന്നത്. നമ്മൾ ആവറേജ് മലയാളിയെ സംബന്ധിച്ചുള്ള അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ടോയ്ലറ്റ് ഇതാണ്. ടോയ്ലറ്റ് സൗകര്യങ്ങളേ ഇല്ല. നമ്മൾ ഞാൻ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ നല്ല ഹോട്ടലുകളൊക്കെ, ഈ സാഗ തുടങ്ങിയ ടൗണുകളൊക്കെ ഉണ്ട്. അതിനുശേഷം നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ പ്രദക്ഷിണ സമയത്ത് ഈ മാനസസരത്തിന്റെ തീരത്താണേലും കൈലാസത്തിന്റെ ചുറ്റുമാണെങ്കിൽ പോലും ടോയ്ലറ്റുകളില്ല. അവർ ചെറിയൊരു മറയൊക്കെ വെച്ച് ചെറിയ സംവിധാനത്തിലേക്കുള്ള, കാരണം വെച്ചാൽ ഒരു 4 മാസത്തേക്കുള്ളതല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ടൂറിസ്റ്റുകളില്ല, തീർത്ഥാടകരില്ല. അതുകൊണ്ടല്ലേ അത് നമ്മളെ ഏറ്റവും അലട്ടുന്ന പ്രശ്നം. നമ്മൾ ധാരാളം ബക്കറ്റ് കണക്കിന് വെള്ളം ഉപയോഗിച്ച് ശീലിച്ചുകൊണ്ട് ഈ ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിക്കലും നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ശരീരഭാഗങ്ങളൊക്കെ വിണ്ടു കീറും. ചുണ്ടൊക്കെ വിണ്ടു കീറും പോലെ നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങളൊക്കെ വിണ്ടു കീറും. തണുപ്പ് വെള്ളം ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ട് വരും. തണുപ്പ് വെള്ളം കിട്ടാനില്ല, ചൂടുവെള്ളം കിട്ടാനേ ഇല്ല. പിന്നെ തണുപ്പ് വെള്ളം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ സഹിച്ചാലും നമുക്ക് അവസാനം കിട്ടുന്ന ഒരു സന്തോഷം, അത് ഭയങ്കര വലിപ്പം തന്നെയാണ്. ഞാൻ ടോയ്ലറ്റിന്റെ പ്രശ്നം നേരത്തെ സൂചിപ്പിച്ച് നമ്മളെ മനസ്സൊന്ന് പ്രിപ്പയർഡ് ആകാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഞാനിവിടെ ചെന്നപ്പം മാത്യു ഡോക്ടർ പറഞ്ഞു എങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ ടിഷ്യൂ പേപ്പർ നനച്ച് ഉപയോഗിക്കണം, ഡ്രൈ ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. ഒരു അഡ്വൈസ് കിട്ടിയോണ്ട് എനിക്കത് വളരെ പ്രയോജനപ്പെട്ടു. മാത്യു ഡോക്ടർ എടുത്ത് ചെന്നിട്ട് TMT ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് TMT ടെസ്റ്റ് നടത്തണം, ട്രെഡ്മിൽ ടെസ്റ്റ്, GTT ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, ഇതെല്ലാം നടത്തിയ ശേഷം സർട്ടിഫിക്കറ്റുമായിട്ട് നമുക്ക് പോകാൻ കഴിയുള്ളൂ. അതെല്ലാം നമ്മളവിടെ ഹാജരാക്കണം. അന്ന് അങ്ങനെയായിരുന്നു, അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ കാര്യം എനിക്ക് ഇത്ര അപ്ഡേറ്റഡ് അല്ല, അതുകൊണ്ട് ഇപ്പം അറിയില്ല. അന്ന് അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അത്രത്തോളം നമുക്ക് കാരണം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് തന്നെ, നമ്മളെ സുരക്ഷിതനായിട്ട് തിരിച്ചെത്തിക്കാനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടൊന്ന് അതിനെ കണ്ടാൽ മതി. നമ്മൾ ഹെൽത്ത് ചെക്ക് ചെയ്യണം, ഭംഗിയായിട്ട് ചെക്ക് ചെയ്യണം, നന്നായിട്ട് ചെക്കപ്പ് നടത്തിയിട്ട് അത് ഉപകരിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെയാണ് ഗുണം. അതൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ. മഹാദേവന്റെ കൃപ കൊണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റില് എനിക്ക് കൈലാസത്തിൽ പോകാൻ പറ്റി. ഇപ്പൊ സാറിന്റെ വാക്കുകൾ കേട്ടപ്പോഴ് ഞാൻ ആ യാത്രയിൽ ഉടനീളം അനുഭവിച്ച ഒരു ആനന്ദ നിർവൃതി അതൊരിക്കൽ കൂടെ മനസ്സനുഭവിക്കുകയാണ്. തീർച്ചയായിട്ടും എത്ര വർഷം കഴിഞ്ഞാലും അതൊരു വല്ലാത്തൊരു അനുഭൂതിയല്ലേ. അതെ, ഞാൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് പോയത്. ഓഗസ്റ്റ് 4-ാം തീയതി തൊട്ട് ഓഗസ്റ്റ് 24-ാം തീയതി വരെ ആയിരുന്നു ഞങ്ങളുടെ യാത്രയ്ക്ക് എടുത്ത സമയം. കഴിഞ്ഞ വർഷം വിസ കിട്ടാനൊക്കെ കുറച്ച് താമസിച്ചു, ചൈനക്കാര് ഈ പറഞ്ഞ മാതിരി. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞ അത്രയും റൂഡായിരുന്നില്ല അവരുടെ സമീപനം. പിന്നെ ഓക്സിജന്റെ അതൊക്കെ അവര് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. പക്ഷെ സാറ് പറഞ്ഞ മാതിരി എത്ര തന്നെ ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചാലും നമുക്ക് ആ യാത്ര തീർത്ഥാടനത്തിന്റെ ഒരു പരമമായിട്ടുള്ള ഒരു സ്ഥാനം പോലെ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. വളരെ സന്തോഷം സാറിന്റെ വാക്കുകൾ കേൾക്കാൻ സാധിച്ചതിൽ. വളരെ നന്ദി. നമശിവായ. 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 അങ്ങയുടെ പേരെന്ന് പറയുമോ? എന്റെ പേര് ഇന്ദിര എന്നാണ്. ഞാൻ ഇവിടെ മോചിത, മോക്ഷ അവരുടെ ഒപ്പമാണ് പോയത്. ഇപ്പൊ അവരൊക്കെ ഭംഗിയായിട്ട് ഇത് നടത്തുന്നുണ്ട് അല്ലെ? അവരുടെയൊക്കെ നല്ല ഗ്രൂപ്പാണ്. അതെ അതെ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ദിവസം എടുത്ത് പോയതുകൊണ്ടായിരിക്കും സാർ പറഞ്ഞ മാതിരി എന്റെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ വന്നു വെച്ചാലും ഈ പറഞ്ഞ മാതിരി തീക്ഷ്ണമായ തലവേദനയോ അല്ലെങ്കിൽ ഡൈജഷന്റെ പ്രശ്നങ്ങളോ അതൊന്നും കാര്യമായിട്ട് എനിക്ക് ബാധിച്ചില്ല. അതൊരു വലിയ അനുഗ്രഹമായിട്ട് തോന്നുകയാണ്. പിന്നെ അവിടെ കുറച്ച് ദിവസം തങ്ങിയിട്ട് ആ കാലാവസ്ഥയുമായിട്ടൊന്ന് പൊരുത്തപ്പെടാനായിട്ടുള്ള സാവകാശം ഞങ്ങൾ എടുത്തിരുന്നു. പിന്നെ യോഗ, പ്രാണായാമം ഇതൊക്കെ അവര് മോചിതാജി നന്നായിട്ട് ചെയ്യിച്ചിരുന്നു. അങ്ങനെ അതൊക്കെ പറ്റി. സാറ് 2011-ലാണ് പോയത്? 2011-ലാണ് പോയത്. അന്ന് റോഡുകളുടെ സൗകര്യം, ഇപ്പൊ ഹൈവേ ഒക്കെ ഒത്തിരി നന്നായി, ഹൈവേ ഒക്കെ റൺവേയുടെ
സ്റ്റാൻഡേർഡിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ കേട്ടിരുന്നു അന്ന്. ഇപ്പൊ പക്ഷെ സാറിന് ഒരു ഭാഗ്യം ഉണ്ടായി, മാനസരസില് ഇപ്പൊ അനുവദിക്കുന്നില്ല സ്നാനം. അനുവദിക്കുന്നില്ല. ഇല്ല ശരി. ഇല്ല, ഞങ്ങള് അല്ല മാനസരസിൽ നിന്ന് അത് വെള്ളം ആ ബക്കറ്റിൽ എടുത്തുകൊണ്ട് ബക്കറ്റിലെടുത്ത വന്നിട്ട് അത് രസകരമായിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഈ നമ്മുടെ ഇന്ത്യൻ പിൽഗ്രിംസ് പ്രത്യേകിച്ച് മലയാളികൾ മാത്രമേ അവിടെ കുളിക്കുകയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം തമിഴ്ന്ന് സാഷ്ടാംഗ നമസ്കാരം നടത്തിയിട്ട് തല മാത്രം, നെറ്റി മാത്രമേ ജലത്തിൽ മുട്ടിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. അത് ഞങ്ങളെ 6 പേരല്ലേ ഉള്ളൂ, ഞങ്ങളെ ആരും നിയന്ത്രിക്കാനുമില്ല, സഹായിക്കാനുമില്ല. ഞങ്ങൾ ഓർത്തു ഇതെല്ലാം ഇങ്ങനെ ചെയ്യാമായിരിക്കും. നമ്മുടെ ഇവിടെ അങ്ങനെയാണല്ലോ, പമ്പയിലും ഭാരതപ്പുഴയിലും ഒക്കെ കുളിക്കലല്ലേ നമ്മുടെ. അപ്പൊ ആകാമെന്ന് ഞങ്ങൾ ധരിച്ചിരുന്നു. അതിനുശേഷം തിരിച്ച് വീണ്ടും മടങ്ങി എത്തിയപ്പോഴാണ്, അയ്യോ നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഇത് വേറെ ആരും ഒന്നും വിലക്കിയില്ലേ എന്ന് ചോദിച്ചു. അത് ശരി. പിന്നെ ചതുർമുഖം ഞങ്ങള് ആദ്യത്തെ ദിവസം 3 മുഖങ്ങളാണ് കണ്ടത്. പിന്നെ 4ാമത്തെ മുഖം, 2ാമത്തെ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ യാത്ര. അതിന്റെ ഇടയില് യാദൃശ്ചികമായിട്ട് ഇങ്ങനെ കണ്ടതാണ്. 2 മലകൾ അതിനെ ഇങ്ങനെ മറച്ചുകൊണ്ട് നിൽക്കും. കുറച്ച് പുറകോട്ടിറങ്ങി നമ്മള് മാറി നിന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതെ അതെ സർ. വളരെ വളരെ ചാരിതാർത്ഥ്യം തോന്നുന്ന ഒരു യാത്ര തന്നെയാണ്. അതൊരു യാത്ര തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പൂർവികര് ഇതൊക്കെ നമ്മള് ഈ ഹിമഗിരി വിഹാരമൊക്കെ തപോവനസ്വാമികളുടെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോവാണ്ടിരിക്കാൻ പറ്റില്ല. അത്ര നമ്മൾ ഇതായി പോകും. നമ്മൾ പോവും, ഒരു സംശയമില്ല. എന്ത് പിന്നെ സാർ ഇപ്പോ പറഞ്ഞത് ഈ ഭ്രമകൽപ്പനകൾ എന്നുള്ളതിനേക്കാൾ നമ്മളുടെ മനസ്സ് എത്ര കണ്ട് മഹാദേവനിലേക്ക് നമ്മളുടെ മനസ്സ് എത്ര കണ്ട് ചേർന്നിരിക്കുന്നു, അത്ര കണ്ട് ആ അനുഭൂതിയുടെ വെളിച്ചത്തില് നമുക്ക് ആ ദൃശ്യങ്ങള് കൈവരുന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കേട്ടോ. തീർച്ചയായിട്ടും നമ്മള് കൈലാസത്തിൽ നമ്മൾ കുഞ്ഞു വെള്ളാരം കല്ലുകളുടെയൊക്കെ ഒരു ഇത് കൂട്ടത്തിലാണ്. ഇതിന്റെ കൈലാസത്തിന്റെ ആ പാദത്തിൽ നമ്മൾ പോയിരുന്നോ? ഏറ്റവും അടുത്ത് പോയിരുന്നോ? ഏറ്റവും അടുത്ത് ഞങ്ങൾ പോവാതിരുന്ന, അത് ഇപ്പൊ ചൈന അവര് അതിനനുവദിക്കുന്നില്ല. ഞങ്ങൾ താമസിച്ചത് തന്നെ ആ കൈലാസ പർവ്വതത്തിന്റെ ആ ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു സത്രത്തിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോ അവരിപ്പോ കൈലാസ പർവ്വതത്തിന്റെ അങ്ങോട്ട് കയറാനായിട്ട് സമ്മതിക്കണില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ കയറി പോവായിരുന്നു കുറച്ച്, പക്ഷെ അത് അനുവദനീയമല്ല. അവരതൊക്കെ വാച്ച് ചെയ്യാനായിട്ട് ആളുകളെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ 2-3 പേര് പോവാൻ നോക്കിയതിന് അവർക്ക് അതിനെന്തോ പെനാൽറ്റി ഒക്കെ ആയി തോന്നുന്നു. അന്ന് അത്രയും സ്ട്രിക്ട്നെസ് ഇല്ല, അന്ന് നമ്മള് പോവാമായിരുന്നു. അപ്പൊ നമുക്ക് ഇതിന് സ്പർശിക്കായിരുന്നു. നമുക്കത് ഭയങ്കര അനുഭവമാണ്. നമുക്ക് അറിയില്ല, വെള്ളാരം കല്ലുകളൊക്കെ ഇങ്ങനെ പതിച്ചു വെച്ച അതിന്റെ ചുവട് ഭാഗത്ത് നമ്മൾ സ്പർശിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ്. ഞാനത് പറയുമ്പോൾ പോലും എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. നമുക്ക് ഇങ്ങനെ ആ വെള്ളം ഒഴുകി വരുന്നതിൽ കൂടി നമ്മളിങ്ങനെ കയറി പോയാൽ മതി. ആ ജാമ്യാങ്ങിനെ മുകളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ മുകളിലേക്ക് തന്നെ ഈ മഞ്ഞുരുകി വീഴുന്നുണ്ട് വെള്ളം. അത്രയും ചോട്ടി പോയി നിൽക്കാം നമ്മൾക്ക്. പിന്നെ അവിടുത്തെ ആകാശവും ഭൂമിയും ഒക്കെ ചേർന്ന് ശരിക്കും ദൈവീകതയാണ്. അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല. ആ ദൈവീകതയുടെ ഒരു ഔന്നത്യം അത് എനിക്ക് തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ ആകാശമൊന്നും കാണുമ്പോൾ ഒരു എഫക്റ്റും ഇല്ല. ഞാൻ ഇവിടെ എടുത്തുകൊണ്ട് വന്ന ചിത്രങ്ങള്, ഞാൻ പല ചിത്രങ്ങൾ ഞാൻ എന്റെ ക്യാമറയിൽ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിലില്ല. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് വീഡിയോയ്ക്ക് ഇടയ്ക്ക് ചില ഭാഗങ്ങൾ, അല്ലെങ്കിൽ ക്യാമറയിൽ എടുത്ത സ്റ്റില്ലിനിടയ്ക്ക് പോലും എന്റെ വൈഫൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഇതേ ഹനുമാൻ സ്വാമിയിലെ പോലെ ഇരിക്കണല്ലോ, ഈ മഞ്ഞും ഇടവിട്ട് ഹനുമാൻ സ്വാമിയെ പോലെ തന്നെ ഉണ്ടല്ലോ, ഇതിവിടെ പറയുന്നത് ഇപ്പൊ കറക്റ്റ് ശരിയാണ്. വേറൊരു സൈഡിൽ നോക്കി കഴിഞ്ഞപ്പോ പിന്നെ വേറൊരു ചിത്രത്തില് ഭഗവാന്റെ ശിവന്റെ രൂപം തന്നെ നമ്മൾ കാണുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതാ മഞ്ഞിന്റെ അപ്പൊ ഓം പർവ്വത് ഇതിനകത്ത് കാണുമ്പോലെ ആ മഞ്ഞിന്റെ വിടവിനകത്ത് മഞ്ഞ് നിറയുമ്പോൾ ഓമായിട്ട് രൂപാന്തരപ്പെടുന്ന പോലെ അത് അങ്ങനെ കാണാൻ നമുക്കൊരു യോഗം വേണം. തീർച്ചയായിട്ടും അവിടെ ചെല്ലുമ്പോഴ് അവിടെ പ്രത്യക്ഷപ്പെടുന്ന ആ സൂര്യരശ്മികളും ആ മഞ്ഞും ചേർന്നിട്ട് വരയ്ക്കുന്ന ഇത് നമ്മളുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് നമുക്ക് തോന്നും. നമുക്കൊരു ലക്ക് ഉണ്ടെങ്കിലേ നമുക്ക് അല്ലെങ്കിൽ കാലാവസ്ഥ മോശമായി തീർന്നു, ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. മൊത്തം ഇപ്പൊ അഷ്ടപതി തന്നെയാണെങ്കിലും നമ്മൾ ദർശനം നടത്തുമ്പോൾ മഞ്ഞ് മൂടി കിടന്നാൽ പിന്നെ ഒന്നും കാണില്ല, ചുമ്മാ മഞ്ഞ് മാത്രം. കനത്ത മോഡൽ മഞ്ഞ് ഒന്നും കാണില്ല. അതുപോലെ തിരിച്ച്
ദ്രാപുകിലോ ഡോൾമാലോ ഒക്കെ കയറി ചെല്ലുമ്പോൾ മഞ്ഞാണെങ്കിൽ നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളെ പോലും കാണാൻ വയ്യാത്തൊരവസ്ഥ. ഇതൊന്നും പറയാനില്ല. അത് നമ്മുടെ ഒരു അൺലക്കെന്ന് മാത്രമേ പറയുള്ളൂ. വീണ്ടും പോവാന്ന് പറഞ്ഞ് സാധാരണ ഇതിൽ അത്ര എളുപ്പമല്ല. നടക്കില്ല. അതെ അതെ അതെ, അതാണ് ഇത്. നടക്കില്ല. ഈശ്വരാനുഗ്രഹം ഗൗരികുണ്ടൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റി. കാണാൻ പറ്റും. കൈലാസമുഖങ്ങളും നന്നായിട്ട് കാണാൻ പറ്റി. അന്ന് ആദ്യത്തെ ദിവസം വെയിലായിരുന്നു. വെയിലാണെങ്കിൽ രണ്ടാമത്തെ ദിവസം മഴ കുറേശ്ശെ ചാറി, പിന്നെ ആലിപ്പഴം ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു ദിവസമായിരുന്നു. ഉച്ച കഴിഞ്ഞാണ് എന്നാലും ഇടിവെട്ടി മഴ കൈലാസത്തിന്റെ പെയ്യുന്നത്. 4ാമത്തെ മുഖമൊക്കെ കാണാൻ പറ്റി. ഇടിവെട്ടി മഴ പെയ്യുന്ന സമയത്താണ് ഏറ്റവും പേടിക്കേണ്ടത്. ബുദ്ധിമുട്ടല്ലേ? പലപ്പോഴും നമ്മൾ അതിന്റെ ഒരു നടുക്കം, നമ്മൾ ഇത്ര ഉയരത്തിലായതുകൊണ്ട് ഇടി വെട്ടുമ്പോൾ പെട്ടെന്ന് ഇലക്ട്രിക്യൂട്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ ധാരാളം ആൾക്കാർ അങ്ങനെ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. കാരണം അപ്രതീക്ഷിതമായിട്ട് അറിയില്ല എപ്പോഴാണ് ഇതിന്റെ കണങ്ങൾ വരുന്നതെന്നോ അല്ലെങ്കിൽ ഇടിവെട്ടാൻ സാധ്യതയെന്നോ മുൻകൂട്ടി ഗസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗൈഡുമാർക്ക് പോലും അത് മുൻകൂട്ടി അറിയാൻ പറ്റില്ല എന്നാ പറയുന്നത്. ജസ്റ്റ് ഞങ്ങൾക്ക് പിന്നെ ഒരു കടന്നു ഷെർപ്പ വീഴുമ്പോഴേ അറിയുള്ളൂ. ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഷെർപ്പകൾ ഉണ്ടല്ലോ, അവര് നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഷെർപ്പ, അതും പേയ്മെന്റ് കൊടുത്താല് അതും. പിന്നെ ആദ്യത്തെ ദിവസം ഒരു കുതിര ഉണ്ടായിരുന്നു. 2ാമത്തെ ദിവസം കുതിര കൊണ്ട് പ്രയോജനമില്ല. 2ാമത്തെ ദിവസം കൊണ്ട് പ്രയോജനമില്ല. അത് ആ കുത്തനെ ഇറക്കം ഇറങ്ങുമ്പോ ശരിക്കും നടന്നു തന്നെ പോണം. നടന്നു തന്നെ ഇത് നടന്നു തന്നെ. ഞങ്ങൾ 6 പേരും കുതിരകൾ ഉപയോഗിച്ചില്ല. പച്ചടിയില് ചില ദർശൻ വരെ കുതിരയോ യമദ്വാര വരെ കുതിരയോ ഉപയോഗിച്ചവരുണ്ട്. ആദ്യം 5-6 കിലോമീറ്റർ ഉണ്ടല്ലോ ദർശനിൽ നിന്ന് യമദ്വാർ വരെ. നമ്മുടെ ദർശന് ശേഷവും വണ്ടിയോട് പോകുന്നുണ്ടെന്ന് കേട്ടു. ലാൻഡ് ക്രൂസർ ഒക്കെ ഉണ്ട്. അതുപോലെ സുതുൽപൂക്കിൽ നിന്ന് തന്നെ തിരിച്ചു ബോർഖ വരെ വണ്ടി കൊണ്ട് വരുന്നവരുണ്ട് റിട്ടേൺ വരുന്നപ്പം. ലാസ്റ്റ് ക്യാമ്പ് ഉണ്ടല്ലോ, സെക്കൻഡ് ഡേയിൽ ക്യാമ്പ് ചെയ്യുന്ന ഇടം മുതൽ ലാൻഡ് ക്രൂസറുകൾ വണ്ടി ഉണ്ടെന്ന് കേൾക്കുന്നു. ഇപ്പൊ പലരും പക്ഷെ അതൊക്കെ നല്ലോണം അറിവുണ്ടാവണം. നമുക്കതൊന്നും അങ്ങനെ പറ്റില്ല. നമുക്ക് ഇങ്ങനെയുള്ള യാത്രാ സംഘങ്ങളുടെ കൂടെ പോവാനല്ലേ പറ്റുള്ളൂ. എന്തായാലും ഭഗവാൻ ഒരു വലിയ ഭാഗ്യം അനുഗ്രഹം തന്നെന്ന് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടേ ഇരിക്കും പിന്നീടുള്ള ജീവിതത്തില്. സാറിന്റെ ഇന്നത്തെ സത്സംഗം കേട്ടപ്പോഴ് ഞാൻ ഇത് കണ്ടപ്പോഴ് എനിക്കത് കാണാൻ, ഇന്ന് കൈലാസത്തിലേക്ക് പോയ ഒരാളുടെ സത്സംഗമാണെന്ന്. സാധാരണ ചിലപ്പോഴൊന്നും എനിക്ക് നവമി സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. ഇന്നിപ്പോ പെട്ടെന്ന് ഇത് കണ്ട് ഞാൻ 8:30 ആവാൻ കാത്തിരിക്കുകയായിരുന്നു. വലിയ സന്തോഷം. നല്ല വാക്കുകൾക്ക് വളരെ നന്ദി. നമസ്കാരം സാറേ. നമസ്കാരം സാറേ, ഏത് ഗ്രൂപ്പിന്റെ കൂടെ ആയിരുന്നു പോയതെന്നാ പറഞ്ഞത്? ഇല്ല, ഞങ്ങള് ഒരു 6 പേര് സത്യം ടൂർസ് ആൻഡ് ട്രാവൽസ്, കാഠ്മണ്ഡു ബേസ്ഡ് ആണ്. കമൽ എന്ന് പറയുന്ന കാഠ്മണ്ഡുവിലെ പട്ടണത്തില് സത്യം ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയും. ഈ നമ്മുടെ KMY ഉണ്ടല്ലോ, അവരുടെ ഇതും കൈലാസ് മാനസരോവര യാത്ര ഗവൺമെന്റിന്റേതായിട്ട് നടത്തുന്നുണ്ടല്ലോ. അപ്പോ അതും ഈ ട്രാവൽ ബന്ധമില്ല. ഞാൻ അവരുടെ ഫോൺ നമ്പർ ഒക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് കയ്യില്. തമിഴ് കാഠ്മണ്ഡു നേപ്പാളിൽ മാത്രമേ ഉള്ളൂ. അതല്ല സാറേ, നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന ഒരു KMY ഉണ്ടല്ലോ, കൈലാസ് മാനസരോവര യാത്ര. അത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് നമ്മുടെ ഇത് വെച്ച് വഴിയുള്ള ഇത് ഞാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇത് അന്നേരം ഞാൻ 2 തവണ അപ്ലൈ ചെയ്തു. എനിക്ക് 2 തവണയും പോകാൻ പറ്റിയില്ല. ഒരു തവണ ഡയറക്റ്റ് ചെയ്തു. അന്ന് വിസ ഞാൻ പറഞ്ഞല്ലോ, ചൈനീസ് വിസ. അവിടെ അന്ന് ഒളിമ്പിക്സ് നടക്കുക 2009 എനിക്ക് തോന്നുന്നു. അത് 9-10 അതൊന്നും പോകാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ പിന്നെ എന്തായാലും പോകണമെന്ന് വിശ്വസിക്കാൻ അതുകൊണ്ട് കാഠ്മണ്ഡു വഴി പോയത്. ദിവസങ്ങൾ വ്യത്യാസമുണ്ടോ അതില്? ഈ KMYയിലും ഈ നമ്മള് പ്രൈവറ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ് വഴി പോകുന്നതിലും? ഇപ്പൊ നമ്മള് നമ്മുടെ അതിർത്തി വരെ, ഇന്ത്യയുടെ അതിർത്തി വരെ ഇപ്പൊ പോകാൻ പറ്റും. ഇപ്പം കഴിഞ്ഞ ഡിസംബറിൽ വരെ അവിടെ വഴിയായിട്ടുണ്ട്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് വഴി വെട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 155 കിലോമീറ്റർ കൈലാസത്തിൽ നിന്ന്, അല്ല കൈലാസത്തിന്റെ ദർശനിൽ നിന്ന് 155 കിലോമീറ്റർ അടുപ്പം വരെ നമുക്ക് തക്കൽക്കോട്ട് വഴിയാണ് അത് പോകാൻ കഴിയുക. നമ്മുടെ ബോർഡർ വഴി ഇപ്പോൾ റോഡായിട്ടുണ്ട്. അതിനുശേഷമുള്ള കുറച്ച് ഭാഗങ്ങളും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ടിബറ്റിന്റെ അതിർത്തിയാണ്. അവരുടെ ഒരു ഭാഗവും കൂടി കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് അതുവഴി പോകാൻ കഴിയും. അപ്പോൾ ദൂരവും കുറയും, യാത്രാ ചെലവും കുറയും.
പക്ഷേ അതിൻ്റെ ഒരു ഇതൊന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. നമുക്ക് 155 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ആ 155 കിലോമീറ്ററിൽ ആദ്യത്തെ ഒരു 10-40 കിലോമീറ്റർ വളരെ മോശം ഉള്ളൊരു ഭാഗം തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ പ്ലെയിൻസിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഹൈവേ തന്നെയുണ്ട്, പിന്നെ ബുദ്ധിമുട്ടില്ല. ആ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. എപ്പോഴും മലയിടിച്ചിലും മഞ്ഞ് സാറ് വീഴ്ചകളും. എത്ര ദിവസം കൊണ്ടാണ് യാത്ര പൂർത്തിയാക്കിയത്? ഞാൻ എൻ്റെ യാത്ര സത്യടൂറുകാരുടെ കൂടെ പോയിട്ട്. നേപ്പാളും ഉണ്ടായിരുന്നു, പശുപതിനാഥ്, ബൗദ്ധനാഥ് എല്ലാം സന്ദർശിച്ച ഒരു വലിയ യാത്രയായിരുന്നു. കാരണം ഏതായാലും നമ്മൾ അവിടെ വരെ ചെന്ന സ്ഥിതിക്ക് നേപ്പാളും കംപ്ലീറ്റ് കവർ ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഞാനൊരു 28 ദിവസം എടുത്തു മൊത്തം. ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി 28ാമത്തെ ദിവസമാണ് ഞാൻ തിരിച്ചെത്തുന്നത്. ഓക്കെ, താങ്ക് യു സാർ. ഇന്ദിരാമ്മയോടും കൂടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. എത്രാമത്തെ വയസ്സിലാണ് പോവാൻ ഭാഗ്യം ഉണ്ടായത്? ഞാൻ കഴിഞ്ഞ വർഷം 66 കഴിഞ്ഞ് 67ാമത്തെ വയസ്സിലേക്ക് ആയിരുന്നു. 67 വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓഗസ്റ്റിലാണ്, ഞാൻ ഒക്ടോബറിലാണ് ഡേറ്റ് ഓഫ് ബർത്ത്, ഓഗസ്റ്റിലാണ് പോയത്. 70 വയസ്സിന് കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്. അല്ല, എന്തെങ്കിലും അവിടെ ചെല്ലണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ഏറ്റവും ആദ്യം ശ്രമിക്കൂ, നടക്കും തോന്നില്ല. സാറ് പറഞ്ഞ മാതിരി ഏറ്റവും നേരത്തെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഞാൻ പിന്നെ കുറെ യോഗയൊക്കെ മുമ്പേ തന്നെ ചെയ്യുന്ന കാരണം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല. ചെയ്താൽ മതി, ശരിക്കും അതുകൊണ്ട് നല്ല പ്രയോജനം. ബ്രീത്തിങ് എക്സർസൈസ് പ്രധാനമായിട്ടും വേണ്ടത്. ശ്വാസോച്ഛ്വാസത്തിന്റെ എല്ലാ അറകളിലും ആൾതാമസം ഉണ്ടായിരിക്കുക, നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. അവിടെയാണ് നമ്മൾ ഏറ്റവും ഇതൊക്കെ വളരെ നമ്മളെ സ്വാധീനിക്കും. നേപ്പാളിലെ പിന്നെ നമ്മളെ കൈലാസ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. ഞങ്ങള് വടക്കുന്നാഥനിൽ പോയിട്ട് നെയ്മല തൊഴുതു, ഞങ്ങളുടെ ജനിച്ച നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അങ്ങനെ നിരന്തരമായിട്ട് ഈ കൈലാസത്തിൽ പോവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയുടേതായിട്ടുള്ള ഒരു ശൃംഖല അങ്ങനെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആദ്യം നമ്മൾ ജനിച്ച നാട്ടില്, പിന്നെ നമ്മൾക്ക് കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ, പിന്നെ വടക്കുന്നാഥൻ അമ്പലത്തിൽ പോയിട്ട് നെയ്മല തൊഴുക, അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് പിന്നെ പശുപതിനാഥിൽ അവിടെ ഞങ്ങൾ ഒരാഴ്ച ഉണ്ടായിരുന്നു, ഒരാഴ്ചകൾ കൂടുതലുണ്ടായിരുന്നു. അപ്പൊ അവിടത്തെ എല്ലാ അമ്പലങ്ങളിലും, പിന്നെ അവിടെ ഗുഹ്യേശ്വരി ക്ഷേത്രം ഒക്കെ ഉണ്ടല്ലോ, പിന്നെ ആ ചന്ദ്രഗിരി, അവിടെയൊക്കെ അതൊക്കെ ചന്ദ്രഗിരിയൊക്കെ ഒരു അപൂർവ അനുഭവം എല്ലായിടവും സന്ദർശിച്ചു പോരാ. കാരണം ഇത്രയും അകലിൽ നിന്ന് നമ്മൾ ചെല്ലുന്നല്ലേ. കേരളത്തിലെ ഇന്ത്യയുടെ ഏറ്റവും താഴെ അറ്റത്ത് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം സന്ദർശിച്ചു പോരുകയാണ് നമ്മളുടെ ഏറ്റവും നല്ലത്. അപ്പോഴൊക്കെ നമ്മള് കൈലാസനാഥനെ വണങ്ങാനും സുരക്ഷിതമായിട്ട് തിരിച്ചു വരാനും ഒക്കെ സാധിക്കണേ എന്ന് ഓരോ സ്ഥലത്ത് അനുവാദം ചോദിക്കും, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല വളരെ വിശിഷ്ടമായിരുന്നു അനുഭവങ്ങള്. എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്നാണ്. എല്ലാവർക്കും സാധിക്കട്ടെ. നമുക്ക് അതാണ് എല്ലാം നമ്മൾ സന്തോഷിച്ച് മാത്രം പോരല്ലോ, എല്ലാവർക്കും ആ സന്തോഷം കിട്ടട്ടെ എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് നമ്മൾ വീണ്ടും ഇത് പറയുന്നത്. അതിൽ ഏറ്റവും രസകരമായുള്ള ഈ പോകുന്നതിന് മുമ്പ് ഒരു 101 കൂവളത്തിന്റെ ഇല തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൊണ്ട് പൂജിച്ച് കയ്യിൽ വെക്കുക. അസാമാന്യമായ മെഡിസിനൽ പവർ ഉണ്ട് അതിന്. അത് വാടിയാലും ഒന്ന് വെള്ളം തെളിച്ച് എടുത്ത് വീണ്ടും അത് ഉപയോഗിക്കാം. ഏത് തലവേദനയ്ക്കും, ഏത് ഇൻഡൈജഷനും, വൊമിറ്റിങ്ങോ ലൂസ് മോഷനോ എന്ത് വന്നാലും ഈ കൂവളത്തിന്റെ ഇല ഭഗവാനെ വിചാരിച്ച് കഴിച്ചാൽ മതി. വായിലിട്ട് അരിച്ച് ഇറന്നുമ്പോൾ കഴിഞ്ഞാൽ തന്നെ അപ്പോഴേ തന്നെ ആശ്വാസവും. എൻ്റെ അനുഭവമാണത്. എൻ്റെ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർക്കും അത് ഏറെ പ്രയോജനപ്പെട്ടു. അത് വളരെ ഇതാണ്. പൂജയ്ക്കാണെങ്കിൽ പോലും കൂവളത്തിന്റെ ഇലയും തുളസി ഇലയും നമ്മൾ രണ്ടാമത് വെള്ളം തെളിച്ചെടുക്കാമല്ലോ, ഉപയോഗിച്ച് പോലും തിരിച്ചെടുക്കാവുന്ന സാധനമാണത്. അത് കേട്ടിട്ടില്ലേ? പിന്നെ അതില് തന്നെ എന്റെ റൂംമേറ്റ് എല്ലാവർക്കും ഒന്നും 2-3 ദിവസം പരിക്രമം പറ്റിയിരുന്നില്ല. ഞങ്ങൾ 105 പേരുണ്ടായിരുന്നതില് 50 എത്രയോ പേർക്കേ പരിക്രമത്തിന് അങ്ങനെ 3 ദിവസം പറ്റിയുള്ളൂ. കുറെ പേർക്കൊന്നും ഓക്സിജൻ ലെവൽ താഴ്ന്നു. പിന്നെ ഈ വൊമിറ്റിംഗ് അങ്ങനെയുള്ള പ്രശ്നങ്ങള്, അതുകൊണ്ടൊക്കെ അവർക്ക് ഫസ്റ്റ് ഡേ എല്ലാവരും പോയി. പക്ഷെ സെക്കൻഡ് ഡേ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. ആരുടെ കൂടെയാണ് പോയത്? മോചിതാജിയുടെ കൂടെയാണ് ജയന്തി മാം.
ആ അത് ശരി ശരി ശരി. ഓക്കെ ഓക്കെ. ആ ആ ആ. കഴിഞ്ഞ ഓഗസ്റ്റില് ഈ എന്റെ ഫ്രണ്ട് ബിന്ദു പ്രകാശ് അവരൊക്കെ ഉണ്ടായിരുന്നു. ബിന്ദു പ്രകാശ്, മിനി ഉണ്ടായിരുന്നു ആ, 105 പേരുണ്ടായിരുന്നു. അതിൽ അതെ അതെ ഒരാൾക്ക് പറഞ്ഞ 70 വയസ്സ് കഴിഞ്ഞ കാരണം ചൈന ഗവൺമെന്റ് അവരുടെ വൈഫിന് വരാൻ പറ്റി. അദ്ദേഹമാണെങ്കിൽ അനുവദിക്കുന്നു വിചാരിച്ചിട്ട് 70 വയസ്സ് തൊട്ട് മുമ്പത്തെ വർഷം മറ്റാണ് കഴിഞ്ഞത്. എന്നിട്ട് വന്നിരുന്നു, പക്ഷെ ചൈനക്കാർ അനുവദിച്ചില്ല. ആർക്കാണ്? ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കപ്പിൾ, അവർക്ക് ഒരാൾക്ക് വൈഫിന് വരാൻ പറ്റി. അവരുടെ പേര് ഞാൻ അത്ര ഞാൻ സത്യം സുശീലാണോ? പറഞ്ഞാല് സുശീല, ഏഹ്, ഡോക്ടർ സുശീലാണോ? സുശീലയുടെ ഹസ്ബൻഡിനാന്ന് തോന്നുന്നു. ഞാൻ സത്യം പറഞ്ഞാല് ഇങ്ങനെയുള്ള ഒരു യാത്രയെ കാരണം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല പരിചയമായി. പക്ഷേ നമ്മൾ അധികം നേരം ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ വേറൊരു തലത്തിലായ കാരണം അത്ര കണ്ട് അങ്ങോട്ട് എല്ലാവരുടെയും ഡീറ്റെയിൽസിലേക്ക് ഞാൻ ചെന്നിരുന്നില്ല. അധികം ഇങ്ങനെ എപ്പോഴും ഓക്കെ ടീച്ചർ. അങ്ങനെ ആയതുകൊണ്ട് അതാണ് ജയന്തി മാം. എനിക്ക് അത്ര അങ്ങോട്ട് എനിക്ക് ഇതറിയാം, ഒരാൾക്ക് ഇങ്ങനെ 70 വയസ്സിലും കൂടിയത് കൊണ്ട് ഭാര്യയ്ക്ക് വരാൻ പറ്റി, ഭർത്താവിന് വരാൻ പറ്റിയില്ല. അവര് പെട്ടെന്ന് ബ്രീത്തിങ് ആണ് അവർ ശ്രദ്ധിക്കുന്നത്. ബാക്കി നമ്മൾ ഹെൽത്തി എല്ലാം ഫുള്ളി കവേർഡ് ആണല്ലോ. അപ്പം ബ്രീത്തിങ്ങിൽ വിസിലിംഗ് സൗണ്ടോ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്ത് അവർ റിജക്ഷന് സാധ്യത കൂടുതലുണ്ട്. അപ്പൊ ബ്രീത്തിങ് അല്ല, ഇദ്ദേഹത്തിന് 70 വയസ്സ് കഴിഞ്ഞത് കൊണ്ട് തന്നെ അനുവാദം കിട്ടിയില്ല. കിട്ടിയില്ല. അല്ലെ 70 വയസ്സാകാത്തത് തന്നെ 50 അല്ലെ 55 അല്ലെ അതോ കുറെ പേർക്ക് പറ്റിയില്ല. 40+ ആണെങ്കിൽ പോലും ബ്രീത്തിങ് ശരിയല്ല എങ്കിൽ അവരത് പെട്ടെന്ന് ഇത് ചെയ്യും. കാരണം ലങ്സിനാണ് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വരുന്നത്. ഓക്സിജൻ ലെവൽ നോക്കിക്കൊണ്ടേയിരിക്കും. ഓക്സിജൻ ലെവല്. അപ്പൊ അവർ പിന്നെയും പ്രത്യേകം പറഞ്ഞു, നമ്മൾ ഓക്സിജൻ ഇത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ബാഗ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും അത് ആദ്യമേ യൂസ് ചെയ്യരുത്. ഏറ്റവും മോശം കണ്ടീഷനിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. യൂസ് ചെയ്താലേ പിന്നെ സർവൈവ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാവരും ഇതൊന്നും അധികം ഒന്നുമല്ല. ഇപ്പോൾ ഇത് കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഇതിൻ്റെ ഒരു പ്രയോജനം കിട്ടുള്ളൂ. മണിക്കൂറുകളൊന്നും കിട്ടില്ല. അപ്പോൾ ഒരു ഹെൽപ്പ് കിട്ടുന്ന വരെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തീരെ നിവൃത്തിയില്ലെങ്കിൽ ഈ ഓക്സിജൻ ബാഗ് പോലും ഉപയോഗിക്കാവുള്ളൂ എന്ന് ഇവരിങ്ങനെ പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓക്സിജൻ ബാഗ് കൊണ്ടുപോകുന്ന സിസ്റ്റം ഇല്ല തോന്നുന്നു. ഇല്ല. ശരി. ഞങ്ങളുടെ ആരും കൂട്ടത്തിലുള്ള ആർക്കും തന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഓക്സിജൻ ബാഗ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് ഇപ്പൊ അനുവദിക്കുന്നില്ല തോന്നുന്നു. അത് ശരി. ഞങ്ങള് പോയിക്കുമ്പോ അവരെങ്ങനെ ഇത് ചെയ്തു, വളരെ ഇതായിട്ട് എല്ലാവർക്കും തരും. നമുക്ക് കൂടെ ഉള്ള ഈ ഗ്രൂപ്പില് ഏതെങ്കിലും ഗ്രൂപ്പിനോടാണ് അറ്റാച്ച് ചെയ്യുമല്ലോ നമ്മളെ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഞങ്ങൾക്ക് ആ ഗ്രൂപ്പുകാർ തന്നിരുന്നില്ല. നേപ്പാളില് തന്നെ ടിബറ്റിലുള്ള ഗ്രൂപ്പൊക്കെ ആയിട്ട് നമ്മളെ കമ്പൈൻ ചെയ്യുമല്ലോ. അവര് ബാക്കി എല്ലാ സാധനങ്ങളൊക്കെ ബാഗ്, അങ്ങനെയുള്ള സ്വെറ്റർ, അങ്ങനെയുള്ള അവിടേക്ക് പറ്റുന്ന സ്വെറ്റർ അതൊക്കെ ഉണ്ടായിരുന്നു വെച്ചാലും ഈ ഓക്സിജൻ ഇല്ല. അത് ശരി. ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ചാർധാമില് അനുഭവപ്പെടുന്നതിനേക്കാൾ തണുപ്പുണ്ടാവും അല്ലേ? അയ്യോ, ചാർധാം ഒന്നുമല്ല. ചാർധാമില് നമ്മള് ഇത് ഞാൻ ഉറപ്പ് പറയുന്നത് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് കേട്ടോ. ഞാനതിൻ്റെ ചാർധാം ഞാൻ ഇത് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഗംഗോത്രിയിൽ നിന്ന് ഗോമുഖ് വരെ തനിയെ ഒറ്റയ്ക്ക് പോയതാണ്. 19 കിലോമീറ്റർ പൈതൽ മാർഗ് കാൽനടയായിട്ട് തന്നെ പോയതാണ്, തപോവൻ്റെ തൊട്ട് താഴെ വരെ. അപ്പോൾ ഇതൊക്കെ മഞ്ഞിൽ കൂടിയാണ് നമ്മൾ പോയത്. പക്ഷെ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഭാരതത്തിൻ്റെ ലിമിറ്റിലാണെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇത് നമുക്ക് അത് നഷ്ടപ്പെടും ആദ്യമേ. ടിബറ്റ് ചൈനയുടെ അധീനതയിലുള്ള നമ്മളെ ശത്രുവായി കാണുന്ന ഒരു ശത്രു രാജ്യത്തിൽ കൂടി പോകുന്നതിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി നമുക്ക് ആദ്യം തന്നെ ഫീൽ ചെയ്യും. പിന്നെ കനത്ത തണുപ്പാണ്. അതിപ്പോൾ ഡേ ബൈ ഡേ ഇത് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരേ അനുഭവം ആയിരിക്കണം എന്നില്ല. ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ള തണുപ്പായിരുന്നു. കുഴമഞ്ഞിനകത്തൂടെയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് അന്നന്ന് ചാർധാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് താഴേക്ക് എത്താം. ചാർധാമിൽ തന്നെ എൻ്റെ ഒരു അനുഭവം ഉണ്ട്. കേദാറിൽ ഞങ്ങൾ രാത്രി 2 മണിയായപ്പം എൻ്റെ ഒരു സുഹൃത്തിന് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടിട്ട് പാലക്കാടുകാരനായിരുന്നു. അദ്ദേഹത്തെ ഈ 3 പേരെ ഡോളി നോക്കാൻ 3 പേര് കിട്ടി. ബാക്കി ഒരാളായിട്ട് ഒരു മൂലയിൽ ഞാനാ പിടിച്ച് താഴേക്ക് കൊണ്ടുവന്ന് രാമ്പാട വരെ 7 കിലോമീറ്റർ താഴോട്ട് എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ശ്വാസം നേരെ വീണത്. പിന്നെ വീണ്ടും നീലകണ്ഠ പർവ്വതത്തിൽ വെളുപ്പിന്റെ സൂര്യൻ ഉദിക്കാനാണ് ഞാൻ വീണ്ടും തിരിച്ചു പോയി മുകളിലോട്ട്. അപ്പൊ ഇവിടെയുള്ള തണുപ്പും മഞ്ഞും ഒക്കെ ഉണ്ട്. പക്ഷെ
അതൊന്നും അതിന്റെ എത്രയോ മടങ്ങാണ് നമ്മൾ കൈലാസത്തിൽ യാത്രയിൽ അനുഭവിക്കേണ്ടി വരുന്നത്. അതിന്റെ ഒരു സർ, ഞാൻ ചാർധാമിൽ പോയിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതും ചാർധാം സിമ്പിൾ. കൈലാസമായിട്ട് എങ്ങനെയാണ്? എന്തോ ചാർധാം എത്ര കൊണ്ട് ബുദ്ധിമുട്ടുള്ളതാണ്? ഇല്ല, ചാർധാം ഒരു ബുദ്ധിമുട്ടും ഇല്ല. നേരത്തെ ഞാനൊക്കെ പോയിക്കുന്നപ്പോൾ ജാൻകി ചട്ടി വരെ വണ്ടിയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ നടന്നു തന്നെ പോകണം. ഇപ്പം അതിലൊക്കെ താഴെ വരെ വണ്ടി വരെ എത്തുന്നുണ്ട്. 14 കിലോമീറ്റർ ഒക്കെ നടന്നാൽ മതി കേദാറിൽ. ബദരിയില് തൊട്ട് തന്നെ എത്തും. യമുനോത്രിയിലും ആണ് ഇപ്പം ദൂരം കൂടുതൽ. ഗംഗോത്രിയിലും വണ്ടി എത്തും. യമുനോത്രിയിലും കേദാറിലുമാണ് വണ്ടി ഏറ്റവും കൂടുതൽ അകലെ എത്തുന്നത്. ഒരു 14 കിലോമീറ്റർ, ഒരു 16 കിലോമീറ്റർ നടക്കേണ്ടത്, ഇത്രേ ഉള്ളൂ. എത്ര ദിവസം എടുക്കും സർ? ബദരിയും ഇതൊക്കെ നമുക്ക് നമ്മളുടെ സെലക്ഷൻ പോലെ ഇരിക്കും. ഇപ്പൊ നമ്മൾ ബദരി പോയി, നമ്മൾ മാനയൊക്കെ പോയി, നമ്മുടെ അതിർത്തി വരെ ഉണ്ടല്ലോ. നേരത്തെ പഴയ കൈലാസ നമ്മുടെ വസുധാര വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അവിടെ. നമ്മുടെ പഞ്ചപാണ്ഡവരുടെ മഹാപ്രസ്ഥാന വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. പാഞ്ചാലി വീണു എന്ന് പറയുന്ന ഒരു ഇടം നമ്മളെ നമ്മൾ കാണുകയാണ്. പാഞ്ചാലി വീണു നമ്മുടെ കാമനകൾ നശിച്ച ഒരു ഭാഗം, നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമായിട്ടാണ്. അതിനുശേഷം നകുല സഹോദരന്മാർ വീണ്ടും ബുദ്ധിയും സൗന്ദര്യവും ഒക്കെ നശിച്ചു. ഭീമൻ വീണു എന്ന് പറഞ്ഞിടത്ത് നമ്മുടെ ബലം, അർജുനൻ വീണു എന്ന് പറഞ്ഞ നമ്മുടെ വീരത്വം, അവസാനം നമ്മുടെ ധർമ്മം മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ എന്ന് കാണിക്കാനാണ് ആ ധർമ്മ ഉത്തരർ അവസാനം വരെ ഉണ്ടെന്ന് കാണിക്കാനുള്ള. നമ്മൾ ആ ഇടങ്ങളിൽ കൂടി പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെയാണ് നമ്മളവിടെ കാണുന്നത്. അവിടെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ബദരിയിൽ നിന്ന് ഒരു 2 ദിവസം എടുക്കും. അത് പോയിട്ട് വരാം. അവിടെ ക്യാമ്പ് ചെയ്ത് പിറ്റേ ദിവസം പോകണം. അപ്പൊ പട്ടാളക്കാർ ചിലപ്പോഴേ സമ്മതിക്കുള്ളൂ. ചിലപ്പം അവിടെ ഷെല്ലിങ് നടക്കുകയാണെങ്കിൽ, ഞങ്ങൾ ഒരു തവണ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു തവണ ഒരു വാൺ ചെയ്തു, പോകാൻ പറ്റില്ല. അവരുടെ കണ്ടാൽ അവർ ചൈനീസ് പട്ടാളക്കാർ ചിലപ്പോൾ വളരെ ഇതായിട്ട് അവർ ഷെല്ലിങ് നടത്തും. അപ്പോൾ അവർ നമ്മുടെ സെക്യൂരിറ്റി ഉദ്ദേശിച്ച് നമ്മുടെ പട്ടാൾക്കാർ പറയും പോകണ്ടെന്ന് പറയും. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ഈ ബോർഡർ കാണാം, ചൈനയുടെ കൊടി വരെ കാണുന്ന രീതിയിൽ നമുക്ക് പോകാൻ കഴിയും. പെർമിഷൻ വേണം, മിലിറ്ററിയുടെ പെർമിഷൻ വേണം, BSFന്റെ പെർമിഷൻ വേണം. നമ്മൾ അന്ന് എനിക്ക് മലയാളികളായിട്ടുള്ള 2 പട്ടാളക്കാരുള്ളത് കൊണ്ടാണ് ഈ പെർമിഷൻ തന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. വെറും കല്ലിക്കൂട്ടത്തിൽ കൂടിയാണ് നമ്മൾ നടക്കണേ. ശരിക്കും പഞ്ചപാണ്ഡവർ യാത്ര എങ്ങനെ ഒറ്റയ്ക്ക് അവിടെയൊക്കെ പോകാൻ പറ്റുന്ന? പരിചയം വേണ്ടേ? എന്ത് പരിചയം? ചോദിക്കുന്നു. അവിടെ ചെന്ന് ആറ്റാരോട് ചോദിക്കും. ഈ മാന എന്ന ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇതിഹാസം എഴുതിയ മാന എന്ന് പറയുന്ന ഗ്രാമത്തെ, ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ആദ്യത്തെ എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്തുമ്പോൾ വ്യാസര് ഇത് എഴുതിയതും, അല്ലെങ്കിൽ ഗണപതി അവിടെ തപസ് ചെയ്ത് സരസ്വതിയെ സാക്ഷിയാക്കി നിർത്തി എഴുതിയതൊക്കെ നമുക്ക് ഇത് കാണുമ്പോൾ നമ്മൾ ആ മനസ്സ് പുറകോട്ട് പോകും. പിന്നെ അവരോടൊക്കെ ചോദിക്കും. അവരോട് പിന്നെ ചോദിച്ചിട്ട് നമ്മൾ പോവാണ്. നമുക്ക് പുരാണത്തിൽ കേട്ടിട്ടുണ്ടല്ലോ, ഇതാണ് മഹാപ്രസ്ഥാന വഴിയെന്ന്. അങ്ങനെ പോയിട്ട് വസുധാര എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം, അവിടെ വരെ നമുക്ക് ഈസി ആയിട്ട് പോകാം. അവിടെ വരെ നല്ല വഴിയാണ്. പിന്നെ കുറച്ചുകൂടി പോകുമ്പോഴാണ് മറ്റേ ഈ ഓരോരുത്തരും വീണു എന്ന് പറയുന്ന എന്തായാലും അതിൽ കൂടി ശരിക്കും പണ്ട് കൈലാസത്തിലേക്ക് അതിലായിരുന്നു പോയിക്കൊണ്ടത്. ഇപ്പോഴത്തെ ഈ രാജ്യങ്ങളുടെയൊക്കെ ഇതൊക്കെ വരുന്നതിന് മുമ്പ് ചൈനയും ടിബറ്റും ഒക്കെ ഒന്നുമില്ല, ത്രിപിഷ്ടപം എന്നായിരുന്നു പഴയ ഇല്ല, അന്ന് ത്രിപിഷ്ടപത്തിലേക്കാണ് പോയി എന്ന് പറഞ്ഞത്. കാഠ്മണ്ഡു കാഷ്ടമണ്ഡപമാണ്. കാഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ രമണ മഹർഷി ഇങ്ങനെ തിരുവണ്ണാമലയിൽ നിന്ന് കൈലാസത്തിലേക്ക് ഒരു ഭൂമിയുടെ അടിയിൽ കൂടെ ഒക്കെ ഒരു വഴിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് രമണ മഹർഷി അങ്ങനെ അപ്രത്യക്ഷനാകാറുണ്ട് എന്നൊക്കെ ഞാൻ തിരുവണ്ണാമലയിലും കൈലാസത്തിൽ പോണേനും അതാ ഞാൻ പറഞ്ഞത്. ഭഗവാന്റെ ഒരു പ്ലാൻ അനുസരിച്ചിട്ടാണ് പറ്റിയത്. തിരുവണ്ണാമലയിൽ പോയി ഇതുപോലെ വലിയൊരു ദൂരം നടക്കേണ്ടതാണ്. അപ്പൊ അന്ന് അറിയില്ല ഇങ്ങനെ കൈലാസത്തിൽ പോകാൻ പറ്റുമെന്ന്. പെട്ടെന്നല്ലേ വിസയൊക്കെ അനുവദിച്ചത്. അപ്പൊ ആദ്യം ഇതിനാണ് പോയത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ കേട്ടത്. അറിയില്ല ഇങ്ങനെ രമണ മഹർഷി കുറച്ചു നാൾ കാണാതാവും അദ്ദേഹത്തെ. അപ്പൊ ശിഷ്യരിങ്ങനെ കാത്തു നിൽക്കും. കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് വരിക. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോവാനായിട്ട് ഒരു കൈലാസത്തിൽ എത്തുന്ന ഒരു വഴിയുണ്ടെന്നൊക്കെ അങ്ങനെ പറയുന്നു. അറിഞ്ഞൂടാ, ഇങ്ങനെ കേൾക്കുന്നു. ഗംഗോത്രി എന്ന് പറയുന്ന ക്ഷേത്രമുള്ള ഒരു ഭാഗമാണ്. ഭഗീരഥൻ പ്രതിമയൊക്കെ ഉണ്ട്. ഭഗീരഥൻ ഗംഗ അവതീർണയായ ആ ഭാഗമാണ് ഗംഗോത്രി. ഗംഗ ഉത്തര ഭാഗത്തേക്ക് ഒഴുകുന്നു, യമുന ഉത്തര ഭാഗത്തേക്ക് ഒഴുകുന്നു. അതാണ് യമുനോത്രിയും ഗംഗോത്രിയും. ഏത് നദിയാണേലും നദി, പുഴ,
ആറ് വ്യത്യാസം അറിയാലോ അല്ലേ? എന്താണ് സർ? നദി എന്ന് പറഞ്ഞാല് കളകളാരവത്തോടെ വെള്ളം ഒഴുകുന്നതിനാണ് നമ്മൾ നദി എന്ന് പറയുക. ഏറ് ഉള്ളതിനാണ് ആറ് എന്ന് പറയുക. അടിയിൽ ചെളിയോടുകൂടി ഒഴുകുന്ന ജല സ്രോതസ്സിനെയാണ് ആറെന്ന് പറയുക. ഊഴിയുള്ളതിനെയാണ് പുഴ എന്ന് പറയുക. ഭാരതപ്പുഴ, അസമയത്ത് പെരിയാറ്, പമ്പാ നദി, ഇങ്ങനെ വ്യത്യാസപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോ ഇങ്ങനെ നമ്മള് അപ്പൊ നമ്മൾ ഈ ഓരോ നദികളുടെ അളകനന്ദ അല്ലെങ്കിൽ ഭാഗീരഥി എല്ലാം ഗംഗയുടെ കൈവഴികൾ തന്നെയാണെങ്കിലും നമ്മളിത് ഗംഗോത്രിന്ന് ഗംഗ ഉത്തരഭാഗത്തേക്ക് ഒഴുകുന്ന ഗംഗോത്രിയിൽ നിന്ന് നമ്മൾ ഗംഗയുടെ ഉത്ഭവം തേടി നടക്കുമ്പോൾ ഗംഗോത്രി ഗ്ലേസിയറിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. അത് അവിടെ നിന്ന് ഒരു 19 കിലോമീറ്റർ കടും കുത്ത് കയറ്റമാണ്. ആദ്യം ദേവദാരു മരങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് മരങ്ങളൊന്നുമില്ല, ഉയരം കൂടുന്തോറും പുല്ല് പോലും ഇല്ലാണ്ടായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ ചെലുത്തുന്നത്. ഈ ഒരു കാൽനട യാത്രയ്ക്ക് പറ്റിയൊരു വഴി ഉണ്ടെന്ന് പറയപ്പെട്ടാലും അത് മുഴുവൻ ഇടിഞ്ഞു തൂർന്നു പോയിരിക്കും. ഹിമാലയത്തിലെ കാലാവസ്ഥ അറിയാലോ, പെട്ടെന്ന് ചെറിയ കൊച്ചു കൊച്ചു ഭൂമികളൊക്കെ ഉണ്ടാവും. കാലാവസ്ഥ മാറുന്നതനുസരിച്ച് മുഴുവൻ മണ്ണിടിഞ്ഞു പോയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് തപോവൻ സ്വാമികളുടെ തപോവൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് തൊട്ട് താഴെയാണ് ഗംഗോത്രി എന്നാണ്. അവിടെ ഗോമുഖ് എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ് ഗംഗ ഇങ്ങനെ ഉത്ഭവിച്ചു വരുന്നത്. ഈ കട്ട മഞ്ഞിന്റെ ഒരു വലിയൊരു ഭൂഭാഗത്ത് നിന്ന് ഗ്ലേസിയറാണ് ഹിമാനി. ആ ഹിമാനിയുടെ അടിയിൽ നിന്നും മെല്ലെ ആണ് ഉത്ഭവിച്ചത്. അവിടെ വരെ നമുക്ക് പോവാം. ആരും സഹായിക്കാനുണ്ടാവില്ല എന്നേ ഉള്ളൂ. ആരും ചിലപ്പോൾ ആദ്യമൊക്കെ പുറപ്പെടും. ഞാൻ എൻ്റെ ഒരു ബാച്ചിൽ ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു. അതിൽ 10 പേരിൽ ഓരോരുത്തർ ആദ്യത്തെ ഒരു 4 കിലോമീറ്റർ ആയി കഴിഞ്ഞപ്പോൾ ചീടുവാസ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അവിടെ എത്തിയപ്പം ഒരു 5-6 പേരും മടങ്ങി. എന്നാ കാണാൻ വെച്ചപ്പോൾ വെള്ളം ഒഴുകി വരണമല്ലേ കാണുന്നത്. അവരുടെ ആറ്റിറ്റ്യൂഡ് അതായിരുന്നു. നമ്മൾക്ക് ഗംഗയോട് തോന്നുന്ന ഒരു ഭക്തിയോ ആദരവോ ഒന്നും അല്ല പറഞ്ഞത്. അത് കഴിഞ്ഞ് വീണ്ടും ഭോജവാസ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് അടുത്ത് ഇതില്ല. അപ്പൊ ഞങ്ങളോട് ഗൈഡ് എന്ന് ഫോറസ്റ്റുകാർ പറഞ്ഞിരുന്നു, വഴിനീള നിങ്ങൾക്ക് ഫുഡോ ബിസ്ക്കറ്റോ ഒക്കെ കിട്ടും, വെള്ളമൊക്കെ കിട്ടും പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളെ ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ പോണ വഴിക്ക് മുഴുവൻ ഈ ചെറിയ സ്റ്റാളുകളും ഇഷ്ടം പോലെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഗംഗയുടെ ഉത്ഭവത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് സൂക്ഷിച്ചത്, ഉള്ള വെള്ളവും പോലും കളഞ്ഞിട്ട്. പിന്നെ ഒരു കുടിക്കാൻ പോലും വെള്ളം ഉണ്ടായിരുന്നില്ല. പണിയെ ഈ ഭാഗീരഥിയിൽ ഇറങ്ങി വെള്ളം വെറുതെ ഒഴുകി വരുന്ന വെള്ളം കുടിക്കേണ്ടി വരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് ശരിക്കും ഭയങ്കരമായിട്ട് ആൾക്കാർ വഴക്ക് പറഞ്ഞത്. ഈ മഞ്ഞ് പുലികളുള്ള ധാരാളമുള്ള സ്ഥലമാണ് അത്ര ഇത്. ഒറ്റയ്ക്ക് പോകുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈസി പ്രയാണ്. നമുക്കൊന്ന് പ്രതികരിക്കാൻ കൊമ്പുമില്ല, കുളമ്പുമില്ല, ആയുധമില്ല. അതാണ് ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചത്, ഒറ്റയ്ക്ക് പോണത് റിസ്ക് അല്ലേ? അത് റിസ്ക് ആണ്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോഴും എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞപ്പോഴാണ് ഫോറസ്റ്റുകാരൊക്കെ എന്നെ ശരിക്കും വഴക്ക് പറഞ്ഞു. അപ്പോഴാണ് അവർക്കും കൂടി ഉണ്ടല്ലോ റിസ്ക്. അവര് നമ്മളെ പെർമിറ്റ് ചെയ്ത് വിടുകയല്ലേ. അപ്പൊ അവർക്ക് കൂടി റിസ്ക് ആണ്. നമ്മുടെ ബോഡി കളക്ട് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തിക്കുന്ന ഒരു ധാർമ്മിക, അവിടെ ജിം കോർബറ്റ് നാഷണൽ പാർക്കാണത്. അപ്പൊ അതിനുള്ളിൽ ഒരു കാഷ്വാലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ അവർക്കത് നാട്ടിലെത്തിക്കുക, ബോഡി നാട്ടിലേക്കാവുന്ന ബുദ്ധിമുട്ടാണ് അവർ പറഞ്ഞു മനസ്സിലാക്കിയത്. അപ്പോഴാണ് അത്രയും റിസ്ക് ഉണ്ടെന്ന് ഞാൻ തന്നെ അറിയുന്നത്. എൻ്റെ അറിവില്ലായ്മ ആയിരുന്നു അങ്ങനെ ഒരു റിസ്കിന് പ്രേരിപ്പിച്ചത്. കാരണം കൂടെ 10 പേരുണ്ടായിരുന്നു എന്നാണ് ആദ്യം. എല്ലാവരും മടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഞാൻ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു പോയി. അത്ര തന്നെ. രാത്രിയിൽ അവിടെ ക്യാമ്പ് ചെയ്തു, തിരിച്ചു പോന്നു. പിറ്റേ ദിവസം തിരിച്ചു ഇറങ്ങി വന്നു. ഒറ്റയ്ക്ക് പോകുമ്പോഴ് പക്ഷെ നമുക്ക് മുന്നേ കൂട്ടി കുറെ കാര്യങ്ങൾ അറിയാവുന്നവര് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലോ. ഒറ്റയ്ക്ക് പോകുമ്പോ നമുക്ക് അത്രയ്ക്ക് അറിയാൻ പറ്റുമോ? ഒറ്റയ്ക്ക് പോകുമ്പോ നമ്മൾ ഒന്നും അറിയില്ല. അതാ പറ്റിയത്. ഗംഗ ഉത്ഭവിച്ചു വരുന്ന ഇത് ഒരു ഇതാണ് കാണണമെന്ന് ഒറ്റ വിചാരമുള്ളൂ. അപ്പം വെറും ഒരു ചാക്ക് പോലെ ഒരു വസ്ത്രം ധരിച്ചിട്ടാണ് തപോവന സ്വാമികൾ, ചിരിപ്പ് പോലും ഇല്ലാതെയാണ് അദ്ദേഹം പോയത്. അതാണ് നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പൊ നമുക്ക് തണുപ്പിനെ എല്ലാം വിൻചീറ്റർ ഉണ്ട്, ജാക്കറ്റ് ഉണ്ട്, പ്ലാനലുണ്ട്, ഇന്നറുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടേ? നമുക്ക് ഷൂ ഉണ്ട്, കാല് പൊട്ടില്ല. അതൊക്കെ നമ്മൾ വിചാരിക്കുന്നേ ഒരു കുറച്ച് ഓവർ കോൺഫിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മറ്റുള്ള ഈ അനിമൽസിന്റെ കാര്യം, അതുപോലെ ഈ ചൊറിയണം പോലെ ഒരു തരം ചെടിയുണ്ട് അവിടെ. അത് തൊട്ട് ആ ഭാഗം തിണർത്ത് തടിക്കുക മാത്രമല്ല, ദ്രവിച്ചു പോകും. കുറച്ച് ചൊറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ആശ്വാസവും. പക്ഷെ ആ ചെടി ഒരിക്കലും നമ്മളെ ആ ഭാഗം ദ്രവിപ്പിക്കുന്നതാണ് അത്രേ. അതവിടുത്തെ അപകടങ്ങളുണ്ട്. അതൊന്നും അറിയില്ലായിരുന്നു. അവര് പിന്നീട് താഴെ മടങ്ങി വന്നപ്പോഴാണ് ഇവര് നമ്മളോട് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. എന്തായാലും എക്സ്പീരിയൻസ് നമ്മളുടെ
നമ്മളുടെ രാജ്യം വെറുതെ അല്ല ഒരു പുണ്യഭൂമിയാണെന്ന് പറയണത്. തീർച്ചയായിട്ടും. ഉം. അത് അവിടെയൊക്കെ പോകുമ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യുക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വളരെയധികം ഫീൽ ചെയ്യും. ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടില്ല. ഇനി ശബരിമലയിൽ പോകുമ്പോ എങ്ങനെയാണ് ഫീൽ ചെയ്യണതെന്ന് അറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ പോകുമ്പോ ശരിക്കും നമുക്ക് ഇല്ല, നമ്മൾ കാണുകയാണ് പുരാണത്തിലെ ഓരോ കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ കൂടി വരുന്ന പോലെ തന്നെ തോന്നും. ഓരോ അതെ ഇടങ്ങളിൽ അതെ അത് തന്നെ അത് തന്നെ. തീർച്ചയായിട്ടും അത് ഭയങ്കര ഇതാണ്. ഓരോ നമുക്ക് ഇപ്പൊ കുരുക്ഷേത്രത്തിലെ ഹരിയാനയിൽ കൂടി പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ ഹരിയാന എന്ന് പറയുന്ന ഇതിലേക്ക് പോകുമ്പോൾ കുരുക്ഷേത്രമായി സങ്കല്പിച്ചാൽ മതി. ഇതാണ് കുരു, എന്റെ പുണ്യഭൂമി ഇതാണ്. തന്റെ ശരീരത്തിലെ ഓരോ ഖണ്ഡങ്ങളും അവിടെ വിതച്ച് അവിടെ മരിക്കുന്ന ഓരോരുത്തരും പുണ്യവാനായി വീരസ്വർഗം പ്രാപിക്കണമെന്ന് സ്വന്തം നിശ്ചയിച്ച് ദാനം ചെയ്ത ആ കുരുക്ഷേത്രം അത് അതുപോലെ ഭഗവാൻ അർജുനനോട് ഗീത ഉപദേശിച്ചു കൊടുത്ത ആലിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഇപ്പൊ കുറച്ച് കൊമേഴ്സ്യൽ ഇതിൽ വന്നു. നമ്മളൊരു ആത്മീയ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അനുഭൂതി അതിനകത്ത് തോന്നുക. ശരി, അതൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഗോപി ചന്ദന കുറിയണിഞ്ഞു എന്ന് ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈ ഗോപി ചന്ദനം എന്നറിയില്ല. മണ്ണാണ്, വെറും മണ്ണാണ്. ആ ഭാഗത്ത് ചന്ദനം പോലെ ഇരിക്കുന്ന ചുമ്മാ പാടത്തുനിന്ന് എടുക്കുന്ന മണ്ണാണത്. തനി ചന്ദനത്തിന് അതേ സുഗന്ധവും അതേ നിറവുള്ള ചന്ദനം. അത് നമ്മുടെ പാടത്തുനിന്ന് എടുക്കുന്ന ഒരു സാധാരണ മണ്ണ്. നമ്മൾ അറിഞ്ഞല്ലേ ഇതൊക്കെ ഒരു വരികളിൽ പോലും നമുക്ക് ഇത്രയും ഇതുള്ളത് കൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുകയാണ്. ഈ ഭാഗങ്ങളിൽ കൂടി നമുക്കൊന്ന് നടക്കാൻ കഴിഞ്ഞല്ലോ. എത്രയോ പുണ്യ പുരുഷന്മാർ നടന്നുപോയ വഴിയാണ് ഇതില്. നമുക്ക് അതൊക്കെ ഒന്ന് കാണുമ്പോൾ അതുപോലെ ഈ വടക്കോട്ടൊന്നും ഇല്ല ഇത് കർണപ്രയാഗ് അല്ലെങ്കിൽ ഓരോ പ്രയാഗ്, കേശവ പ്രയാഗില് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ മാനാ ഗ്രാമത്തിന്റെ തൊട്ടടുത്തുനിന്ന് ഈ സരസ്വതി അപ്രത്യക്ഷമാകുന്ന ഇടമാണ്. നമുക്കറിയാം കളകന്നയും ഭാഗീരഥയും വന്നിട്ട് സരസ്വതി നദി മൂന്നും കൂടി വന്നിട്ട് 2 നദിയിലെ വെള്ളമുള്ളൂ. 3 നദി ഒരുമിച്ച് ചേരുമ്പോൾ ഒരു നദിയിലെ വെള്ളം എവിടെ പോയി നമുക്ക് കാണില്ല. പ്രകടമായിട്ട് നമുക്ക് കാണാറിയാം. ആ ഭീമ പാലം എന്ന് പറയുന്ന പാഞ്ചാലിയെ പാലം കടത്താൻ സഹായിച്ച ഭീമൻ ഒരു കല്ല് കുറുകെയിട്ട ആ ഭാഗം സരസ്വതി നദിയുടെ കുറുകയാണ്. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ കേശവപ്രയാഗ് എന്ന് പറയുന്ന ആ ഭാഗത്തെത്തുമ്പോൾ ഈ വെള്ളം അങ്ങ് പെട്ടെന്ന് കുറയുക. 2 നദി ഒഴുകി വരുന്നതിന്റെ വെള്ളമുള്ളൂ. അതാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. ശരിക്കും ഭൂമിക്കടിയിലൂടെ ഇത് ഒഴുകുന്നുണ്ടെന്നുള്ള സങ്കല്പത്തിലാണ്. പിന്നെ ടിബറ്റിൽ നിന്ന് വരുന്ന പിണ്ടാർ നദിയും മന്ദാകിനിയും കൂടി ചേരുന്ന സ്ഥലത്താണ് കർണപ്രയാഗ്. കർണപ്രയാഗിൽ പിന്നെ കൈലാസത്തിൽ പോകുമ്പോ നദികള് അതും നേപ്പാളില് കഴിഞ്ഞിട്ട് നേപ്പാൾ ടിബറ്റിന്ന് നേപ്പാളിലേക്ക് വരുമ്പോഴൊക്കെ ഈ നദിയുടെ ഉള്ളിൽ കൂടെ വരണ മാതിരി നമുക്ക് തോന്നുക. ഏത് നിമിഷം വേണമെങ്കിൽ ബസ് അതിലേക്കൊക്കെ മറിയാം. എപ്പോഴും അപകടങ്ങൾ ഉണ്ടാവുന്നു. പലപ്പോഴും നമ്മുടെ ബസിന്റെ മുകളിലേക്കും വണ്ടിയുടെ മുകളിലേക്കും ഒക്കെ ഈ ഇത് വിടുമല്ലോ, വെള്ളം വീണോണ്ടേയിരിക്കുന്നത്. വെള്ളച്ചാട്ടത്തിനടിയിലൂടെ പോകുന്നത് വളരെ റിസ്ക്കുള്ളതാണ്, എന്നാലും വളരെ നല്ലതാണ്. എല്ലാം നമ്മുടെ ഞാനിങ്ങനെ എൻ്റെ യാത്രകളിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ മോളിപ്പം ബോംബെയിലാണ് അവള് ജോലി ചെയ്യുന്നത്. അപ്പൊ അവള് ഈ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഒരു 15 ദിവസം നമ്മുടെ ഋഷികേശ് ഹരിദ്വാരൊക്കെ പോയിട്ട് വന്നിരിക്കുക. തനിയെ തന്നെ അവള് ഒറ്റ സോളോ യാത്രയായിരുന്നു. ഞാൻ പെൺകുട്ടിയായിട്ട് അവളോട് ഞാനൊന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നിന്നില്ല. ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു. മക്കള് ധൈര്യമായിട്ട് പോയിക്കോളും, ഒരു കുഴപ്പമില്ല, ഭഗവാൻ മോനെ കാത്തോളും എന്ന് ധൈര്യം കൊടുത്തു. അത് തന്നെത്താൻ പോയിട്ട് വന്നു. അവൾ ഭയങ്കര ഹാപ്പിയായിട്ട്. ഹരിദ്വാറിലെ ഋഷികേശിലൊക്കെ പറ്റും, പക്ഷെ അതിനപ്പുറത്തേക്കുള്ളപ്പോ നമുക്ക് പോണം. അദമ്യമായിട്ട് ആഗ്രഹിക്കുക, ഭഗവാൻ അതിനെല്ലാം ചെയ്തു തരും. പക്ഷെ ഒരു വർഷം നമുക്ക് പോകാൻ പറ്റില്ല, അടുത്ത വർഷം നമ്മൾക്ക് സാധ്യമാക്കും. നമ്മുടെ ആഗ്രഹിക്കുക മാത്രമേ ഉള്ളൂ. ഭഗവാൻ നമ്മളെ വിളിക്കും, തീർച്ചയായിട്ടും വിളിക്കും. അതെ ശരിയാ. കൂവളത്തിന്റെ പറഞ്ഞു തുടങ്ങിയിട്ടേ അത് കംപ്ലീറ്റ് ആക്കിയില്ല. കൂവളം നമ്മളെ മിനിയാണോ? അതെ കൂവളത്തിന്റെയും തുളസിയുടെയും പറഞ്ഞു തുടങ്ങിയിട്ട്. കൂവളവും തുളസിക്കും ഒരു പ്രത്യേക, അതുകൊണ്ട് എന്തുകൊണ്ടാണ് അതിന് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത്, മഹാദേവൻ എന്തുകൊണ്ടാണ് അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നതിനുള്ളൊരു ഉത്തരമാണത്. കൂവളവും തുളസിയും അത് നമ്മൾ പൂജയ്ക്ക് ഉപയോഗിച്ചാലും രണ്ടാമത് വെള്ളം തളിച്ച് ഉപയോഗിച്ചാൽ വീണ്ടും പൂജയ്ക്ക് ഉപയോഗിക്കാവുന്ന 2 ഇലകൾ കൂവളം തുളസി മാത്രമേ ഉള്ളൂ.
അപ്പോൾ ചില പൂക്കൾ നിലത്ത് വീണാൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ചെടിയിൽ നിന്ന് തന്നെ പറിച്ചെടുത്താണല്ലോ നമ്മൾ പൂജകൾക്ക് ഉപയോഗിക്കുന്നത്. അതില് ഇപ്പം ഇലഞ്ഞിപ്പൂവ് നിലത്ത് വീണാൽ അത് പെറുക്കിയെടുത്ത് നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കാം. അതുപോലെ കൂവളത്തിന്റെ ഇല വാടിയാലും അതിന് യാതൊരു കേടും വരില്ല. ശകലം വെള്ളം തെളിക്കുക, വീണ്ടും ദേവനെ ചാർത്താം, മാലയാക്കാൻ ഉപയോഗിക്കാം. ഇനി ചാർത്തിന്നിരിക്കട്ടെ, ചാർത്തിയ മാല വീണ്ടും വെള്ളം തെളിച്ച് വീണ്ടും വീണ്ടും ചാർത്താം. തുളസിക്കും കൂവളത്തിനും മാത്രമേ ആ ഒരു ക്വാളിറ്റി ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കയ്യിൽ സൂക്ഷിച്ച് കൂവളത്തിൽ ഇങ്ങനെയുള്ള യാത്രകളിൽ കയ്യിൽ സൂക്ഷിച്ച് മഹാദേവ ശരണാർത്ഥിയായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും കൂവളത്തിന്റെ ഇല ഒരു 101 അല്ലെങ്കിൽ 108 ഇല കൈകളിൽ സൂക്ഷിക്കുക. ഇത്ര എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് സേവിക്കുക. അതിഭയങ്കരമായിട്ട് റിസൾട്ട് ആയിരിക്കും, ഒരു സംശയവും വേണ്ട. ഞാൻ അനുഭവസ്ഥനാണ്, എൻ്റെ കൂടെയുള്ള 6 പേരും അനുഭവസ്ഥരാണ്. എനിക്ക് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും എൻ്റെ ഗുരുക്കന്മാരുടെയും എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെയും പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. പറ്റിയ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കൈലാസ ദർശനം നടത്തണം, പ്രദക്ഷിണം നടത്തണം, മാനസ പ്രദക്ഷിണം നടത്തണം. വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വലിയ നന്ദി.